അപ്പോൾ നമ്മളുടെ ICT മാസ്റ്ററിങ് സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് മാസ്റ്റർ ചെയ്തു. രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഏരിയ ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ തന്നെ പ്രീമിയം വേഴ്സ് ഡിസ്കൗണ്ടും DRT ലെവൽസും നമ്മൾ പറഞ്ഞു. മൂന്നാമത്തേത് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് PDRA ആണ്, ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടാമത്തെ PDRA ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിനെ കുറിച്ച് മാസ്റ്റർ ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു T4T. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, നമ്മൾ മാസ്റ്ററിങ് സീരീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നോർമലായിട്ട് എന്താ പറയുക, നമ്മളുടെ ആ ഒരു ബേസിക് കാര്യങ്ങൾ ഇനി പറയുന്നതല്ല. അപ്പോൾ എന്താണ്, നമ്മളിവിടെ 3 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ ICT CTTൻ്റെ ഒരു ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ തന്നെ ആ ഒരു പ്ലേലിസ്റ്റിൽ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലോ, അപ്പം ഏകദേശം നിങ്ങൾ ഇതിൽ ഓർഡർ ബ്ലോക്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഫൗണ്ടേഷൻ ബിൽഡിംഗ്. ഓക്കെ, ആ വീഡിയോ പോയിട്ട് കാണുക. അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ ICT മാസ്റ്റർ ക്ലാസ് സീരീസിലെ നമ്മളൊരു 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കൂടി കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ആ വീഡിയോ കാണുന്നതെങ്കിൽ കുറച്ചും കൂടി ഗ്രാസ്പ് ചെയ്തെടുക്കാൻ സുഖമായിരിക്കും. ഓക്കെ, അപ്പം ഇത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഓർഡർ ബ്ലോക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ AMD അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ICTയുടെ പവർ ഓഫ് 3നെ കുറിച്ച് ഒന്നുകൂടി അറിയാം. ഞാൻ എല്ലാ വീഡിയോയിലും ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണിത്. കാരണം ICTയുടെ ആ ഒരു എന്താ പറയുക, ഒരു ICTൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് തന്നെ ഈ P of 3 ആണ്, അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഓർഡർ ബ്ലോക്ക് പഠിക്കുമ്പോഴും നമ്മൾ ഈ AMD നമ്മൾ മേക്ക് ഷുവർ എന്താണ് നന്നായിട്ട് അറിയുമെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ ഒരു ചാർട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, എപ്പോഴും പറയുന്ന പോലെ ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ഫസ്റ്റ് ഉണ്ടാവും, രണ്ടാമത്തേത് ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ് ഉണ്ടാകും, മൂന്നാമത് ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ഉണ്ടാകും. ഓക്കെ, ഇതൊരു ബുള്ളിഷ് സെനാരിയോയിലാണ് പറയുന്നത്. ഇത് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ആണ്. അക്യുമുലേഷനിൽ എന്താണ്, അക്യുമുലേഷനിൽ ഒരു റേഞ്ച് മാർക്കറ്റ് ആയിരിക്കും. ഓക്കെ, ഈ റേഞ്ച് മാർക്കറ്റിൽ എന്താണ്, ബോത്ത് സൈഡിൽ ലിക്വിഡിറ്റി ബിൽഡപ്പ് നടക്കും. മുകളിൽ എന്ത് ബിൽഡപ്പാണ് നടക്കുന്നത്, മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ബിൽഡ് ചെയ്യും. ഓക്കെ, അതിനുശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു മാനിപ്പുലേഷൻ സ്റ്റേജിലേക്കാണ് പിന്നെ മാർക്കറ്റ് വരിക. ഓക്കെ, മാനിപ്പുലേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പം ഈ ഒരു സ്റ്റേജിനാണ് മാനിപ്പുലേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ മാനിപ്പുലേഷൻ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്, ഈ അക്യുമുലേഷൻ സ്റ്റേജിൽ ഉണ്ടാക്കിയെടുത്ത ബോത്ത് സൈഡിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു നമ്മൾ പറയല്ലോ. മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. ലിക്വിഡിറ്റി അറിയാത്തവർ ആ വീഡിയോ പോയി കാണുക. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് പോയി കാണണം എന്ന്. ഓക്കെ, അപ്പോൾ എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. ഈ മാനിപ്പുലേഷൻ സ്റ്റേജിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മാർക്കറ്റ് ട്രിഗർ ചെയ്തു, അല്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസിനെ മാർക്കറ്റ് കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി. എന്തിന്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ. ഓക്കെ, അതിനുശേഷം എന്താണ്, തിരിച്ച് മാർക്കറ്റ് റീട്രേസ്മെൻറ്റ് തന്ന് ഈ മാനിപ്പുലേഷൻ നടന്നിട്ടുള്ള ഏരിയയിലേക്ക് തിരിച്ച് മാർക്കറ്റ് വന്നിട്ട് അവിടെ നിന്നായിരിക്കും ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഇതാണ് അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഒരു ബുള്ളിഷ് സെനാരിയോയിൽ അക്യുമുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു റീറ്റെയിൽ ലോജിക്കിൽ നിന്ന് മാറി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അക്യുമുലേഷനിൽ എന്താ സംഭവിക്കുന്നത്, അവർ ഓർഡേഴ്സ് ബിൽഡ് ചെയ്യുന്നു, ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് ഒരു 10 lakh ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു 1 CR ക്വാണ്ടിറ്റി ഒക്കെ ബൈ ചെയ്യണമെങ്കിൽ അറ്റ് എ ടൈം, ഒരു സിംഗിൾ ടൈം കൊണ്ട് നമുക്ക് ഓർഡർ കിട്ടണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ചെറിയ രീതിയിൽ
കിട്ടുന്ന പ്രൈസിന് വാങ്ങിക്കൂട്ടും. ഓക്കെ, ആ ഒരു സെനാരിയോ ആണ് ഈ അക്യുമുലേഷൻ ഫേസിൽ നടക്കുന്നത്. മാനിപ്പുലേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് റീറ്റെയിലേഴ്സിനെ ട്രാപ്പിലാക്കാനുള്ള ഒരു മൂവ്മെൻ്റ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ഓക്കെ, തിരിച്ച് മാർക്കറ്റിനെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് നടക്കുകയാണെന്നുള്ള രീതി കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം എന്തായും തിരിച്ച് മാർക്കറ്റിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടുവരും. പിന്നെ തിരിച്ച് രണ്ടാമത് ആ ഒരു മാനിപ്പുലേഷൻ നടന്ന സ്റ്റേജിലേക്ക് തിരിച്ച് മാർക്കറ്റിനെ കൊണ്ടുവരും, ഓർഡേഴ്സ് കളക്ട് ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങും. ഓക്കെ, ഇതാണ് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി ഇത് മനസ്സിലാവാത്തൊരു അടുത്ത കഴിഞ്ഞ വീഡിയോയിലൊക്കെ പോയിട്ട് കാണാം, അതിൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഈ ഒരു പിക്ചറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ അക്യുമുലേഷൻ ഫേസ് മാനിപ്പുലേഷൻ ചെയ്ത സമയത്ത് താഴെയുള്ള ലിക്വിഡിറ്റീസ് എല്ലാം കളക്ട് ചെയ്തു. ലിക്വിഡിറ്റി കളക്ട് ചെയ്ത സമയത്ത് തിരിച്ചൊരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് മുകളിലേക്ക് വന്നു. ഇതെന്തിനാ മാർക്ക് ചെയ്ത? ഇതൊരു സ്വിങ് ലോ ആയിട്ടും ഇതൊരു സ്വിങ് ഹൈ ആയിട്ട് കണക്ട് ചെയ്തു. അതിനുശേഷം തിരിച്ച് താഴേക്ക് വന്നു, ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, തിരിച്ച് മാർക്കറ്റ് മാനിപ്പുലേഷൻ ചെയ്ത ഏരിയയിലേക്ക് വന്നു. അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് ഓർഡർ ഫില്ല് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പോൾ എന്താണ്? അക്യുമുലേഷൻ ഫേസ്, മാനിപ്പുലേഷൻ ഫേസ്, ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മനസ്സിലായാൽ നമുക്ക് നേരെ സെക്കൻഡ് സ്ലൈഡിലേക്ക് പോകാം. നമ്മളിപ്പം അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഒരു തിയററ്റിക്കൽ രീതിയിലാണ് പറഞ്ഞെങ്കിൽ ഒരു പ്രാക്ടിക്കൽ രീതിയിൽ നമ്മൾ ചാർട്ട് ബേസ് നോക്കുകയാണെങ്കിൽ എന്താണ്? നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ്, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇതാണ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. പ്രൈസിനെ താഴേക്ക് കൊണ്ടുവന്നു. ഓക്കെ, എപ്പോഴും ഞാൻ പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ ബൈയിങ് നടക്കുന്നത് എപ്പോഴും പ്രൈസിനെ താഴ്ത്തി കൊണ്ടുവന്നിട്ടായിരിക്കും. ഓക്കെ, അതുപോലെ മാർക്കറ്റിന് സെല്ലിങ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ സെല്ല് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിനെ മാർക്കറ്റിനെ ഉയർത്തിക്കൊണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബൈയിങ് മോഡലാണ്, ഒരു മാർക്കറ്റ് മേക്കേഴ്സ് ബൈയിങ് മോഡലാണ്. അതുകൊണ്ട് തന്നെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരും. എന്തിനാണ് താഴേക്ക് കൊണ്ടുവരുന്നത്? കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് പ്രൈസിനെ താഴേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രൈസ് ഒരു ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈസിനെ താഴ്ത്തി കൊണ്ടുവരുന്നത്. താഴ്ത്തിയതിന് ശേഷം എന്താണ്? ഇവിടെ ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ എന്താണ്? അവർ റീറ്റെയിലേഴ്സിൻ്റെ അടുത്തുനിന്ന് മാർക്കറ്റിലുള്ള ഓർഡേഴ്സ്, ഒരു ബൈയിങ് ഓർഡേഴ്സ് അവരിങ്ങനെ കളക്ട് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? മുകളിലും താഴെയും ലിക്വിഡിറ്റി ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. മുകളിലുള്ള ലിക്വിഡിറ്റീനെ നമ്മൾ എന്ത് പറയും? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് സെല്ലിംഗ് ആണ് നടക്കുന്നത്. മുകളിൽ സെല്ലിംഗ് നടക്കുമ്പോൾ മുകളിൽ നടക്കുന്ന സെല്ലിങ്ങിൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എല്ലാം ബൈ ഓർഡേഴ്സ് ആയിരിക്കും. അതുപോലെ താഴെ എന്തായിരിക്കും? സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ് ആയിരിക്കും. സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? താഴെ നിന്ന് മാർക്കറ്റിന് മുകളിലേക്കായിരിക്കും പ്രഷർ. അതുകൊണ്ട് തന്നെ ബൈയിങ്ങിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ സെൽ ഓർഡേഴ്സ് ആണ്. അതുകൊണ്ട് സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ശേഷം അങ്ങനെ അക്യുമുലേഷൻ ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുവരും. ഓക്കെ, ഈ ലിക്വിഡിറ്റി കളക്ട് ചെയ്യും മാർക്കറ്റ്. ഓക്കെ, മാർക്കറ്റ് കളക്ട് ചെയ്യും. ഇവിടെ നമ്മൾ ബ്രേക്കൗട്ട് സപ്പോർട്ട് ബ്രേക്കായി അല്ലെങ്കിൽ റേഞ്ച് ബ്രേക്കൗട്ടായി എന്ന് പറഞ്ഞിട്ട് ചാടി കയറുന്ന സമയത്ത് മുകളിൽ വീണ്ടും ലിക്വിഡിറ്റി ക്രിയേറ്റ് ആകും. കാരണം എന്താണ്? ഇവിടെ ഈ ഒരു ബ്രേക്കൗട്ട് സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് പേര് എൻട്രി എടുക്കും. അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഇവിടെ ഉണ്ടാവും. അവരൊക്കെ സ്വിങ് ഹൈൻ്റെ മുകളിലൊക്കെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. അതിനുശേഷം ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂ കാണിക്കും. തിരിച്ച് ഓപ്പോസിറ്റ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരും. അതിനുശേഷം തിരിച്ച് ഈ മാനിപ്പുലേഷൻ നടന്ന ഏരിയയിലേക്ക് തിരിച്ച് മാർക്കറ്റ് വരും. അവിടെ നിന്ന് ഓർഡർ കളക്ട് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ബൈ മോഡൽ. ഓക്കെ, ഇനി നമുക്ക് സെൽ മോഡൽ നോക്കാം. സെൽ മോഡൽ എന്താണ്? നമ്മൾ ബൈ മോഡലിൻ്റെ വൈസ് വേഴ്സ, നേരെ തിരിച്ചായിരിക്കും കാര്യങ്ങൾ. ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ഉണ്ടാകും. ഓക്കെ, ഇതിലെന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ ഇതിൽ മാർക്കറ്റ് മേക്കേഴ്സിൻ്റെ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെല്ലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു അക്യുമുലേഷൻ ഫേസ് ആദ്യം ഉണ്ടാകും. അക്യുമുലേഷൻ ഫേസിൽ മുകളിലും താഴെയും ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യും. അതിനുശേഷം മാർക്കറ്റിനെ കൊണ്ട് സെല്ലാണ് ചെയ്യിക്കുന്നതെങ്കിൽ ആദ്യം മാർക്കറ്റിന് ഒരു മാനിപ്പുലേഷൻ മുകളിലേക്ക് കൊണ്ടുപോകും. എന്തിനാണ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്? ഈ റേഞ്ച് ബ്രേക്കൗട്ട് ചെയ്യുമ്പോൾ ബുള്ളിഷ് ആണെന്ന് വരുത്തി തീർക്കാനും.
അതുപോലെ തന്നെ പ്രൈസിനെ കുറച്ച് പ്രീമിയം പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് തിരിച്ച് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷം തിരിച്ച് താഴേക്ക് മാർക്കറ്റിനെ ഇൻറ്റൻറ്റ് കാണിക്കും, മാർക്കറ്റിൻ്റെ ആക്ച്വൽ ഇൻറ്റൻറ്റ് കാണിക്കും. അപ്പോൾ എന്താണ്, ഒരു അക്യുമുലേഷൻ സ്റ്റേജ് കഴിഞ്ഞു, ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ് കഴിഞ്ഞു. അതിനുശേഷം എന്താണ്, തിരിച്ച് ഈ മാനിപ്പുലേഷൻ നടത്തിയ റേഞ്ചിലേക്ക് തിരിച്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുവരും. അവിടെ നിന്ന് ഓർഡേഴ്സ് കളക്ട് ചെയ്തിട്ട് തിരിച്ച് താഴേക്ക് പോകും. ഓക്കെ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇത് തന്നെ നമ്മൾ റെഫർ നോക്കുകയാണെങ്കിൽ എന്താണ്, അക്യുമുലേറ്റീവ് നടക്കുന്നു, അതിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ലിക്വിഡിറ്റീനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുന്നു. ഈ ലിക്വിഡിറ്റി സ്വീപ്പിനെയാണ് നമ്മൾ മാനിപ്പുലേഷൻ ലെഗായിട്ട് പരിഗണിക്കുന്നത്. മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽസ് ആയിട്ട് താഴേക്ക് ഒരു മൂവ്മെൻറ്റ് വരുന്നു. അതിനുശേഷം ഈ മാനിപ്പുലേഷൻ നടന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് വീണ്ടും തിരിച്ച് വരുന്നു. എന്തിനാണ് തിരിച്ചു വരുന്നത്? ഇവിടെ ഓർഡേഴ്സ് ലിമിറ്റ് ആയിട്ടായിരിക്കും ചെയ്തു വെച്ചിട്ടുണ്ടാകും. ഫസ്റ്റ് ഓർഡർ ഇട്ട് വെച്ചാൽ സെക്കൻഡ് ഓർഡർ ഈ ഏരിയയിൽ, മാനിപ്പുലേഷൻ നടന്ന ഏരിയയിൽ തന്നെ സെക്കൻഡ് ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, അത് ട്രിഗർ ആയി കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആരംഭിക്കും. ഓക്കെ, അപ്പോൾ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. അക്യുമുലേഷൻ്റെ പ്രാക്ടിക്കൽ പറഞ്ഞു, ബൈ മോഡലിൻ്റെ പ്രാക്ടിക്കൽ പറഞ്ഞു. ഇനി എന്താണ്, സെൽ മോഡലിൻ്റെ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് അക്യുമുലേഷൻ ഫേസ് ആയിരിക്കും ആദ്യം അക്യുമുലേഷൻ ഫേസ്. അതിനുശേഷം മുകളിലുള്ള ലിക്വിഡിറ്റീസ് എല്ലാം സ്വീപ്പ് ചെയ്തുകൊണ്ടൊരു മാനിപ്പുലേഷൻ ഫേസ്. അതിനുശേഷം ഒരു സ്ട്രക്ചർ ബ്രേക്കോ സ്ട്രക്ചർ ഷിഫ്റ്റോ തന്ന് തിരിച്ച് താഴേക്ക് പ്രൈസ് വരും. അതിനുശേഷം പിന്നെ റിട്ടേൺ ടു ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ മാനിപ്പുലേഷൻ നടത്തിയ ഏരിയ ആണ് ഒറിജിൻ. ആ ഒറിജിനിലേക്ക് തിരിച്ച് മാർക്കറ്റ് ഒറിജിനിലേക്ക് പോകുന്നു, തിരിച്ച് താഴേക്ക് വരുന്നു. ഇതാണ് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു മോഡൽ. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാണ്. ഓക്കെ, ഒന്നുകൂടി പറയാണ്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഓക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ബയ്യിങ്ങും ചെയ്യും സെല്ലിങ്ങും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവരുടെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ബയ്യിങ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ ചെയ്യുന്നത് പോലെ 10 ക്വാണ്ടിറ്റി, 100 ക്വാണ്ടിറ്റി, 1000 ക്വാണ്ടിറ്റി. ഓക്കെ, ഇതൊക്കെ റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളുടെയൊക്കെ ഒരു ഓർഡർ ഈ ഒരു ലെവലിലായിരിക്കും വരിക. പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ 10 ലാക്ക് 1 CR കോൺട്രാക്ട്സോ സ്റ്റോക്സോ ക്വാണ്ടിറ്റീസോ ഒക്കെ ആയിരിക്കും അവർക്ക് ആവശ്യം. അപ്പോൾ അറ്റ് എ ടൈമിന് ഇതൊന്നും ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, അറ്റ് എ ടൈമിൽ 10 ലാക്ക് ക്വാണ്ടിറ്റീസൊക്കെ അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇവൻ പോസിബിൾ അല്ല അത്. അപ്പോൾ എന്ത് ചെയ്യണം, 10 ലാക്ക് ക്വാണ്ടിറ്റീസ് ബൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം, 10 ലാക്ക് ക്വാണ്ടിറ്റീസ് സെല്ല് ചെയ്യാൻ അവിടെ ആളുണ്ടാവണം. ഓക്കെ, അവർക്ക് എന്ത് വേണം, അവർക്ക് ചെയ്യേണ്ടത് ബയ്യിങ് ആണ്. അപ്പോൾ എന്താണ്, അവിടെ 10 ലാക്ക് ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ 10 ലാക്ക് ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ ആൾ വേണം. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളെ കൊണ്ട് സെല്ല് ചെയ്യിക്കുക, പറഞ്ഞ് ചെയ്യിക്കാൻ എന്തായാലും കഴിയില്ല. അപ്പോൾ എന്താണ്, നമ്മൾ പഠിച്ച ഒരു റീറ്റെയിലർ സെല്ല് ചെയ്യണമെങ്കിൽ എന്തൊക്കെ അവിടെ ചെയ്യണം, ആ സംഭവങ്ങളൊക്കെ ചെയ്യുക, എന്നാലേ അവിടെ സെൽ ഓർഡേഴ്സ് ക്രിയേറ്റ് ആകൂ. അപ്പോഴാണ് നമ്മളുടെ സെൽ ഓർഡേഴ്സ് അവർക്ക് ബൈ ഓർഡേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഓർഡർ ഫില്ല് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ അക്യുമുലേഷൻ സ്റ്റേജിലായിരിക്കും എന്ത്, നമ്മൾ ഒരു റീറ്റെയിൽ ലോജിക്കിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അവർ പയറ്റുന്നത്. എന്താണ്, ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യും. അതിനുശേഷം കണ്ടില്ലേ, തിരിച്ച് മാനിപ്പുലേഷൻ താഴേക്ക് വരുത്തുന്നതിൻ്റെ കാര്യം എന്താണ്, ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ല് ചെയ്തുകൊള്ളും എന്നുള്ള ആ ഒരു ഇൻറ്റൻറ്റ് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഒരു ബൈ മോഡലിൽ അക്യുമുലേഷൻ സ്റ്റേജ്, മാനിപ്പുലേഷൻ സ്റ്റേജ്, ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ഉണ്ടാവും. അത് തന്നെ അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതും. ഓക്കെ, ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ഉണ്ടാവും. അക്യുമുലേഷൻ സ്റ്റേജിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യും. ഇതിനെയാണ് ലിക്വിഡിറ്റി സ്വീപ്പ്. അതിനുശേഷം മാനിപ്പുലേഷൻ സ്റ്റേജ്, ഇതാണ് മാനിപ്പുലേഷൻ സ്റ്റേജിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താണ്, പ്രൈസ് അഗ്രസീവായിട്ട് മുകളിലേക്ക് പോകും. അതിൻ്റെ കൂടെ ഒരു സ്ട്രക്ചർ ബ്രേക്കോ സ്ട്രക്ചർ ഷിഫ്റ്റോ നമുക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷം എന്താണ്, ഇവിടെ ഒരു സ്വിങ് ലോയും ഒരു സ്വിങ് ഹൈയും ക്രിയേറ്റ് ചെയ്യും. പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആരംഭിക്കുന്നതിന് മുന്നേ റിട്ടേൺ ടു ഒറിജിൻ. എന്താണ് റിട്ടേൺ ടു ഒറിജിൻ? ഇവിടെ റിട്ടേൺ ടു ഒറിജിൻ എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ സ്റ്റേജിലേക്ക് തിരിച്ചു വരും. കാരണം എന്താണ്, മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷമാണ് ആക്ച്വൽ മൂവ് വന്നത്. ഓക്കെ, അപ്പോൾ ഓർഡേഴ്സ് ഫില്ല് ചെയ്ത് ബൈ ഓർഡേഴ്സ് ഇട്ട് വെച്ചത് ഇവിടെയാണ്. ഓക്കെ, നെക്സ്റ്റ് തിരിച്ച് താഴേക്ക് വരുന്നതിനാണ്
നെക്സ്റ്റ് ഓർഡർ എടുക്കണമെങ്കിൽ അറ്റ് എ ടൈം എപ്പോഴും ഓർഡർ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യും, താഴേക്ക് ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടാവും, ഇവിടെ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ആ ലിമിറ്റ് ഓർഡർ എടുക്കാൻ വേണ്ടി പ്രൈസ് താഴേക്ക് വരുന്നു. ആ ലിമിറ്റ് ഓർഡേഴ്സ് ട്രിഗർ ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഇതായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. ഓക്കെ, അപ്പോൾ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അത് തന്നെ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മൾ പ്രാക്ടിക്കലി ഒരു ചാർട്ട്, ഒരു ക്യാൻഡിൽസ്റ്റിക് ഫോർമേഷനിൽ നമ്മൾ പറഞ്ഞു അക്യുമുലേഷൻ ഫേസ്, മാനിപ്പുലേഷൻ സ്റ്റേജ്, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ്. ഓക്കെ, ബൈ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ സെല്ല് പറഞ്ഞത്. ഫസ്റ്റ് ഒരു അക്യുമുലേഷൻ സ്റ്റേജ്, മാനിപ്പുലേഷൻ സ്റ്റേജ്, അതിനുശേഷം നമുക്ക് തിരിച്ച് എന്താണ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ആയിട്ട് വരും, സ്വിങ് ഹൈ വരും, സ്വിങ് ലോ വരും, അതിനുശേഷം റിട്ടേൺ ടു ഒറിജിനിലേക്ക് മാർക്കറ്റ് വരും, അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കും. ഇതിൻ്റെ തന്നെ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് മോഡലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് ഇനിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ എന്തുകൊണ്ടാണ് ഞാൻ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, AMD, പവർ ഓഫ് 3 ഞാൻ ഈ ഓർഡർ ബ്ലോക്കിന് മുന്നേ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ്, ഒരു ഓർഡർ ബ്ലോക്കിന് എപ്പോഴും എന്താണ് വേണ്ടത്, ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ് വേണം. എന്താണ്, ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ് വേണം. അതുപോലെ തന്നെ പ്ലസ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈസിനെ ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ് കഴിഞ്ഞ് പെട്ടെന്ന് പ്രൈസ് മുകളിലേക്ക് പോകണം. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ എപ്പോഴും നോക്കിയോ, ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് സഡൻ ആയിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകും. എങ്ങനെയാണ്, പ്രൈസ് താഴേക്ക് വന്ന് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ഇതുപോലത്തെ എന്താണ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ, ഒരു അഗ്രസീവ് മൂവ് മുകളിലേക്ക് വരും. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്താണ് റെഫറൻസ്, മനസ്സിലാക്കുക. അല്ലാതെ മാനിപ്പുലേറ്റ് ചെയ്യാതെ പോകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അത് നമ്മൾ കൂട്ടേണ്ടതില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഓർഡർ ബ്ലോക്ക്. വാട്ട് ഈസ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ, ഓർഡർ ബ്ലോക്ക്സ് ആർ ദ ഫുട് പ്രിൻറ്റ്സ് ലെഫ്റ്റ് ബൈ ദ മാർക്കറ്റ് വെൻ എ ഇമ്പൾസീവ് മൂവ് ഒക്കേഴ്സ്. Order block OB is the last candle before the strong move that creates a imbalance in the market. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. എന്താണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്? ഓർഡർ ബ്ലോക്ക്സ് ആർ ദ ഫുട് പ്രിൻറ്റ് ലെഫ്റ്റ് ബൈ ദ മാർക്കറ്റ് വെൻ എ ഇമ്പൾസീവ് മൂവ് ഒക്യൂർസ്. ഓക്കെ, മാർക്കറ്റിൽ ഒരു ഇമ്പൾസീവ് മൂവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇമ്പൾസീവ് മൂവ് അതുപോലെ കറക്റ്റീവ് മൂവ്. ഓക്കെ, ഒരു അപ് ട്രെൻഡിൽ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബുള്ളിഷ് മൂവിനെയാണ് ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത്. കറക്റ്റീവ് മൂവിനെ ബെയറിഷ് മൂവ്, അല്ലെങ്കിൽ എന്താണ് പ്രൈസിനെ ഒരു ഇമ്പൾസീവ് മൂവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബുള്ളിഷ് ട്രെൻഡിൽ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് ആക്ച്വൽ ട്രെൻഡാണ്. കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ചെറിയൊരു റീടെസ്റ്റിനെയാണ് നമ്മൾ കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓർഡർ ബ്ലോക്ക്സ് ആർ ദ ഫുട് പ്രിൻറ്റ്സ് ലെഫ്റ്റ് ബൈ ദ മാർക്കറ്റ് വെൻ എ ഇമ്പൾസീവ് മൂവ് ഒക്യൂസ്. മാർക്കറ്റിൽ എപ്പോഴും എന്താണ്, ഒരു ഇമ്പൾസീവ് മൂവ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ലാസ്റ്റ് ക്യാൻഡിൽ ബിഫോർ ദ സ്ട്രോങ് മൂവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, മാനിപ്പുലേഷനാണ്. ഓക്കെ, അതുകൊണ്ട് ഡെഫിനിഷൻ വൈസ് നോക്കണ്ട, നിങ്ങൾ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞിരിക്കുക. എന്താണ്, ഒരു അക്യുമുലേഷൻ നടന്നിട്ട്, ഓക്കെ, അക്യുമുലേഷൻ നടന്നാൽ മുകളിലും ലിക്വിഡിറ്റി, താഴെയും ലിക്വിഡിറ്റി. മാർക്കറ്റിൻ്റെ മുകളിലേക്കാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, മാർക്കറ്റിൻ്റെ ഒരു ബൈയിങ് ആണെങ്കിൽ മാർക്കറ്റ് ആദ്യം താഴേക്ക് വരും. എന്തിനാണ് താഴേക്ക് വരുന്നത്, മുകളിലൊക്കെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി മാർക്കറ്റ് താഴേക്ക് ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ്. ഓക്കെ, അപ്പം അത്യാവശ്യം റീറ്റെയിലേഴ്സ് എൻട്രി ആയി എന്ന് കഴിഞ്ഞാൽ സഡനായിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക്. അപ്പോൾ എന്താണ്, അക്യുമുലേഷൻ ഫേസ് വന്നു, മാനിപ്പുലേഷൻ ഫേസ്. അപ്പോൾ ഇവിടെ മാനിപ്പുലേഷൻ ഫേസ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് മാനിപ്പുലേഷൻ ഫേസ്. അപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഇമ്പൾസീവ് മൂവ് ഒക്കേഴ്സ്. ഇമ്പൾസീവ് മൂവ് എന്ന് പറയുമ്പോൾ എന്താ, ഇതുപോലത്തെ മൂവ്മെൻറ്റ് വരണം മുകളിലേക്ക്. അപ്പോൾ എന്താണ്, മാനിപ്പുലേഷനും നടന്നു, ഇമ്പൾസീവ് മൂവും നടന്നു. ഓക്കെ, മാനിപ്പുലേഷനും നടന്നു, ഇമ്പൾസീവ് മൂവ് നടന്നു. അപ്പോൾ എന്താണ്, പിന്നെ നമുക്കൊരു ബ്രേക്കോ സ്ട്രക്ചർ ഷിഫ്റ്റോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ഈ ഒരു മാനിപ്പുലേഷൻ ഫേസിലേക്ക് തിരിച്ച് മാർക്കറ്റ് താഴേക്ക് പോകും, മുകളിലേക്ക് പോകും. അപ്പോൾ എന്താണ്, മാർക്കറ്റിനെ നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ലാസ്റ്റ് ക്യാൻഡിൽ ബിഫോർ ദ സ്ട്രോങ് മൂവ്. ലാസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, റെഡ് ക്യാൻഡിലായിരിക്കും. ലാസ്റ്റ് ക്യാൻഡിൽ എന്തുകൊണ്ടാണ് റെഡ് ക്യാൻഡിൽ വരുന്നത്, മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ
മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിനെ റെഡ് ക്യാൻഡിൽ വഴി താഴേക്ക് ഇറക്കുകയല്ല ചെയ്യുന്നത്. മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡ് ക്യാൻഡിൽസ് ഫോമലാണ് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുവന്നത്. ആ ക്യാൻഡിലായിരിക്കും നമ്മളുടെ ഓർഡർ ബ്ലോക്ക്. അതുകൊണ്ട് തന്നെ റിട്ടേൺ ടു ഒറിജിൻ, അതിനുശേഷമായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾക്ക് ഇനി മനസ്സിലാവാത്തവർക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ മനസ്സിലാവും. വൈ ദ ലാസ്റ്റ് ക്യാൻഡിൽ ബിഫോർ ദ സ്ട്രോങ് മൂവ് ട്രീറ്റഡ് ആസ് എ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഓർഡർ ബ്ലോക്കിൻ്റെ ഡെഫിനിഷനൊക്കെ നോക്കുന്ന സമയത്ത് എന്താണ്, അപ്പോൾ എപ്പോഴും നമ്മൾ കാണുന്നതാണ് എന്താണ് ഈ ഒരു ചോദ്യം. ഓക്കെ, ദ ലാസ്റ്റ് ക്യാൻഡിൽ ബിഫോർ ദ സ്ട്രോങ് മൂവ് ആർ ട്രീറ്റഡ് ആസ് എ ഓർഡർ ബ്ലോക്ക്. എന്തുകൊണ്ടാണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിന് ഒരു ബെയറിഷ് ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ മാർക്ക് ചെയ്യുന്നത്? അതുപോലെ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിന് എന്താണ് നമ്മൾ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? എപ്പോഴും എല്ലാവർക്കും വരുന്ന ചോദ്യമാണ്. അധികം ആരും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാറില്ല എന്ന് എനിക്കാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് നേരത്തെ കാണിച്ച അതേ സെയിം എക്സാമ്പിൾ തന്നെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ ഇവിടെയാണെന്ന് വിചാരിക്കുക. ഏതാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ 100 രൂപ എന്നാണ്. ഒരു മാർക്കറ്റിൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റും റീറ്റെയിലർ ഇൻറ്റൻറ്റും നോക്കാം. ഒരു റീറ്റെയിൽ ലോജിക്കിൽ നോക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ബൈ ചെയ്യണമെങ്കിൽ ഒരു റീറ്റെയിലർ ചിന്തിക്കുക എന്താണ്, റീറ്റെയിലറുടെ ഭാഗത്ത് അയാൾ ഒരു മിനിമൽ ക്വാണ്ടിറ്റിയിലെ അയാൾ ട്രേഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്, ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് കണ്ണും പൂട്ടി ചിലപ്പോൾ ഇവിടെ എൻട്രി ചെയ്യും. പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചിന്തിക്കുക എന്താണ്, ഇതൊരു 100 രൂപയാണ് ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 100 രൂപ. ഓക്കെ, എന്തുകൊണ്ട് പ്രൈസിനെ കുറച്ച് താഴ്ത്തിയാൽ എന്ന് വെച്ചാൽ പ്രൈസിനെ ഒരു എത്രയാണ്, ഒരു 80 ടു ഒരു 75 ഈ ഒരു റേഞ്ചിലേക്ക് പ്രൈസിനെ താഴ്ത്താം. ഇങ്ങനെ താഴ്ത്തുമ്പം 2 ഗുണമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഒന്നെന്ന് പറഞ്ഞാൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് താഴെ കിട്ടുമ്പോൾ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് എൻട്രി കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും കഴിയും. കാരണം 100-ൽ നിന്ന് 75-ലേക്ക് വരുന്ന സമയത്ത് ഓക്കെ, മാർക്കറ്റിൻ്റെ 75-ലേക്ക് വരുമ്പം ഒരു 50% ആളുകളുടെയും മനസ്സിൽ മാർക്കറ്റ് ഇനി താഴേക്ക് പോവുകയാണെന്നുള്ള ഒരു അസംഷൻ ക്രിയേറ്റ് ചെയ്യാനും കഴിയും. അതുകൊണ്ട് തന്നെ പ്രൈസിനെ താഴേക്ക് കൊണ്ടുവന്നു. ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ എന്തിനാണ് താഴേക്ക് ഇറക്കുന്നത്? ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാനും പ്രൈസിന് ഒരു ഫെയർ പ്രൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് പ്രൈസിനെ താഴേക്ക് കൊണ്ടുപോകുന്നത്. അതിന് താഴേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രൈസിനെ ഇവിടെ ഒരു റേഞ്ച് കളിപ്പിക്കും. അതിനുശേഷം എന്താണ്, തിരിച്ച് മാർക്കറ്റിനെ താഴേക്ക് ഒന്ന് കൊണ്ടുവരും. അപ്പോൾ എന്താണ്, ഇവിടെ പലരും എന്ത് ചെയ്യും, സെല്ല് ചെയ്യും. ഇവിടെ എന്ത് ചെയ്യും, ഇവരൊക്കെ എല്ലാവരും സെല്ല് ചെയ്യും. ഓക്കെ, അതിനെ എന്ത് ചെയ്യും, ആ സെല്ല് ചെയ്ത ആളുകളുടെ സെല്ല് ചെയ്ത ഈ ഒരു അക്യുമുലേഷൻ ഫേസ്, മാനിപ്പുലേഷൻ ഫേസ്, ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ്, ഈ ഒരു താഴേക്ക് കൊണ്ടുപോകുന്ന സെയിം ടൈമിൽ തിരിച്ച് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്താണ്, ഇവിടെ സെല്ല് ചെയ്ത റീറ്റെയിലേഴ്സ് എന്താണ് ട്രാപ്പായി. ഓക്കെ, അതിനുശേഷം ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, തിരിച്ച് മാർക്കറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇമ്പൾസീവ് മൂവ്, മാനിപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഇമ്പൾസീവ് മൂവ് മാർക്കറ്റ് നടത്തി. ഈ ഇമ്പൾസീവ് മൂവ് നടത്തിയ സ്ഥലത്ത് നമുക്ക് എന്താണ്, ഇവിടെ ഒരു സ്വിങ് ലോയും ഇവിടെ ഒരു സ്വിങ് ഹൈയും കിട്ടും. ഓക്കെ, സ്വിങ് ഹൈ കൺഫേം ആവണമെങ്കിൽ എന്താണ്, പ്രൈസ് താഴേക്ക് വന്ന് ഒരു മൈനർ സ്ട്രക്ചറിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വരണം. മൈനർ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരു മൈക്രോ ടൈം ഫ്രെയിമിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നാലേ നമുക്ക് സ്വിങ് ഹൈ ആയിട്ട് കൺഫേം ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്താണ്, ഇവിടെ മാനിപ്പുലേഷൻ സ്റ്റേജ് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തത് എന്തിനാണ്, താഴേക്ക് കൊണ്ടുവന്നതല്ലേ. ആ ലാസ്റ്റ് റെഡ് ക്യാൻഡിൽ ഓക്കെ, ഇവിടെ ആക്ച്വലി എന്താണ് മാനിപ്പുലേറ്റ് ചെയ്ത ലെഗ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് മാനിപ്പുലേറ്റ് ചെയ്ത ലെഗ് അല്ലേ. ഈ 1 2 3 4 ക്യാൻഡിലാണ് ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മാനിപ്പുലേറ്റീവ് ലെഗ് എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി എന്താണ് മാനിപ്പുലേറ്റീവ് ലെഗ് ഈ ഒരു രീതിയിലാണ് മാനിപ്പുലേറ്റീവ് ലെഗ്. പക്ഷെ എന്താണ്, നമ്മൾ ലാസ്റ്റ് ക്യാൻഡിലായിട്ട് എന്തിനാണ് എടുക്കുന്നത്? നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ലോനെ മാനിപ്പുലേറ്റ്, ലാസ്റ്റ് ലോ അല്ലേ, ആ ലോനെ മാനിപ്പുലേറ്റ് ചെയ്തത് ഏത് ക്യാൻഡിൽ യൂസ് ചെയ്താണ്? ഈ ക്യാൻഡിൽ ഉപയോഗിച്ചാണ് മാനിപ്പുലേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഒരു മാനിപ്പുലേഷൻ ലെഗായിട്ട് നമ്മൾ ഈ ഒരു ക്യാൻഡിലിനെ എടുത്തു. ആ മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷമാണ് മുകളിലേക്ക് ഇമ്പൾസീവ് മൂവ് വന്നത്. അതിനുശേഷം തിരിച്ച് മാർക്കറ്റ് റിട്ടേൺ ടു ഒറിജിൻ, ഇവിടുത്തെ റിട്ടേൺ ടു ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്, ഈ മാനിപ്പുലേറ്റീവ് ലെഗാണ്.
അവിടുന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക്. ഇത് മനസ്സിലാവാത്തവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, നോക്കുകയാണെങ്കിൽ എന്താണ്, തിരിച്ച് മാർക്കറ്റ് അക്യുമുലേഷൻ ഫേസ് നടത്തി മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഇവിടെ ഈ മാനിപ്പുലേറ്റ് ചെയ്ത ആ ഒരു ഏരിയനെ നമ്മൾ ഒന്ന് എന്താണ് റിഫൈൻ ചെയ്ത് മുകളിലേക്ക് വരച്ചു. ഇതിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വൈ ദ ലാസ്റ്റ് ക്യാൻഡിൽ ബിഫോർ ദ സ്ട്രോങ് മൂവ് വാസ് ട്രീറ്റഡ് ആസ് എ ഓർഡർ ബ്ലോക്ക്. ഇപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഓക്കെ, ഈ മാനിപ്പുലേറ്റ് ചെയ്ത ക്യാൻഡിലിനെയാണ് നമ്മൾ റിഫൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓർഡർ ബ്ലോക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് അഥവാ മാനിപ്പുലേഷൻ നടക്കാതെ ഒരു സ്ട്രക്ചർ ബ്രേക്കോ സ്ട്രക്ചർ ഷിഫ്റ്റോ വന്നിട്ടുള്ള ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ ഓർഡർ ബ്ലോക്ക് ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് മാനിപ്പുലേഷൻ നടക്കാത്ത ഓർഡർ ബ്ലോക്ക് ഒന്നും ഓർഡർ ബ്ലോക്ക് അല്ല. ഓക്കെ, അതൊക്കെ ഇൻഡ്യൂസ്മെൻ്റ് ആണ്, ലിക്വിഡിറ്റി ആയി ട്രീറ്റ് ചെയ്യപ്പെടുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ഈ മാനിപ്പുലേഷൻ ലെഗുള്ള ഓർഡർ ബ്ലോക്ക് വേണം നമ്മൾ പിക്ക് ചെയ്യാൻ. ഈ മാനിപ്പുലേഷൻ ലെഗിനെ റിഫൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓർഡർ ബ്ലോക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തത് നമ്മൾ എന്താണ് സെൽ മോഡൽ നോക്കുകയാണെങ്കിൽ എന്താണ് സെയിം സംഭവം തന്നെ മാർക്കറ്റിനെ അക്യുമുലേറ്റ് ചെയ്യുന്നു. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്താണ്, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപ. നമ്മൾ നേരത്തെ ബൈയിങ് ചെയ്ത പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു സെല്ലിങ് ആണെങ്കിൽ അവർ 100 രൂപയ്ക്ക് സെല്ല് ചെയ്യില്ല. 100 രൂപയ്ക്ക് സെല്ല് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കും, എന്താണ് 100 രൂപ എന്ന് പറയുന്നത് ഫെയർ പ്രൈസ് ആണോ, അല്ലെങ്കിൽ പ്രൈസ് കുറച്ച് കുറവാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസിഷൻ വരുമ്പോൾ എങ്ങനെയാണ്, 100 രൂപ എന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞ പ്രൈസാണ്, കുറഞ്ഞ പ്രൈസിൽ സെല്ല് ചെയ്താൽ എനിക്ക് വേണ്ടത്ര പ്രോഫിറ്റ് കിട്ടില്ല, അതുകൊണ്ട് പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകും. ഇതിനൊരു പ്രീമിയം പ്രൈസിലേക്ക്, ഒരു 110 ലെവലിലേക്ക് കൊണ്ടുവരും. അപ്പോൾ റീറ്റെയിലറായിട്ടുള്ള ആളുകൾ എന്താ വിചാരിക്കുക, 100-ൽ നിന്ന് 110-ലേക്ക് പോകുന്നു. ഓക്കെ, മാർക്കറ്റ് ബുള്ളിഷാണ്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ എന്താണ്, 100 രൂപയുള്ള സാധനം 110-ലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് വിൽക്കാം. ഓക്കെ, പ്രൈസ് കൂട്ടി വിൽക്കാം. ഇവിടെ റീറ്റെയിലർ ചിന്തിക്കുന്നത് എന്താണ്, പ്രൈസ് കൂടുന്നു. ഓക്കെ, ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, പ്രൈസ് ഇവിടെ ഒരു അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്ത് ഒരു മാനിപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ മാനിപ്പുലേഷൻ എന്താണ്, ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഹൈനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തു മാർക്കറ്റ്. ഓക്കെ, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ യൂസ് ചെയ്തുകൊണ്ടാണ് എന്താണ് ഈ ഹൈയും മാനിപ്പുലേറ്റ് ചെയ്തത്. അതുകൊണ്ട് ആ ഒരു ഏരിയനെ നമ്മൾ മാനിപ്പുലേഷനായിട്ട് കണക്കാക്കിയതിന് ശേഷം പ്രൈസ് തിരിച്ച് ഡ്രോപ്പ് ഔട്ട് താഴേക്ക് വന്ന് ഒരു സ്ട്രക്ചർ ബ്രേക്ക് വന്നു. ഇനി നിങ്ങൾ തിരിച്ചിതിലേക്ക് നോക്കുകയാണെങ്കിൽ, അതുകൊണ്ട് ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്ത ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തത്. പ്രൈസ് എന്ത് ചെയ്യുന്നു, താഴേക്ക് ഡ്രോപ്പ് ആയാൽ റിട്ടേൺ ടു ഒറിജിൻ, നമ്മളുടെ മാനിപ്പുലേറ്റീവ് ലെഗിലേക്ക് തിരിച്ച് മാർക്കറ്റ് വരുന്നു, അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആരംഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, നിങ്ങൾക്ക് എന്താ ജസ്റ്റ് മനസ്സിലായ കാര്യങ്ങൾ എന്താണ്, ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ അവിടെ അപ്ലൈ ആയിട്ടുണ്ടോ നോക്കുക. ഓക്കെ, പ്രൈസ് എന്തെങ്കിലും ഒരു ഹൈയിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സൽ, പെട്ടെന്ന് തന്നെ ഓപ്പോസിറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് സഡൻ ആയിട്ട് തിരിച്ചൊരു ഇമ്പൾസീവ് മൂവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഓർഡർ ബ്ലോക്ക് ഈസ് ദ ലാസ്റ്റ് ക്യാൻഡിൽ ബിഫോർ ദ സ്ട്രോങ് മൂവ് ദാറ്റ് ക്രിയേറ്റ്സ് ആൻ ഇംബാലൻസ് ഇൻ ദ മാർക്കറ്റിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് കൂടി നോക്കുക. ഇവിടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ചാർട്ട് വൈസും പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വൈ ദ ലാസ്റ്റ് ക്യാൻഡിൽ ബിഫോർ ദ സ്ട്രോങ് മൂവ് ആസ് എ ട്രീറ്റഡ് ആസ് എ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് P(3). അപ്പോൾ ഇപ്പോഴും പലരും വിചാരിക്കുന്നത് എന്തിനാണ് ഈ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം പറയുന്നതെന്ന്. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ലെഗ് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്, അക്യുമുലേഷൻ സ്റ്റേജിൽ പ്രൈസ് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റി ബിൽഡപ്പ് ചെയ്യുക. അത്
അത് മുകളിലേക്കുള്ള ഇൻറ്റൻ്റ് ആയാലും താഴേക്കുള്ള ഇൻറ്റൻ്റ് ആയാലും ഒരു അക്യുമുലേഷൻ സ്റ്റേജിൽ എന്താ നടക്കുന്നത്, ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരിക്കും. റേഞ്ച് ബൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം എന്നില്ല. ജസ്റ്റ് ഈ ഒരു രീതിയിൽ ഒരു 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 അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്യുമോ. ഈ അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മുകളിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും, താഴെയും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അടുത്ത നമ്മൾ മാനിപ്പുലേഷൻ സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ മാനിപ്പുലേറ്റീവ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അക്യുമുലേഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് മാനിപ്പുലേഷൻ സ്റ്റേജ്. ഈ മാനിപ്പുലേഷൻ സ്റ്റേജിൽ എന്താണ്, നമ്മൾ അക്യുമുലേഷൻ സ്റ്റേജിൽ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു 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 റേഞ്ച് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷം മുകളിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും, താഴെയും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു ബൈ ആണ് എന്ന് വിചാരിക്കുക, മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാനാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ പ്രൈസിനെ നമ്മുടെ അക്യുമുലേഷൻ ഫേസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും മുകളിലും ലിക്വിഡിറ്റി താഴെയും ലിക്വിഡിറ്റി. എന്താണ്, മുകളിലേക്കാണ് കൊണ്ടുപോകേണ്ടതെങ്കിൽ താഴത്തെ ലിക്വിഡിറ്റി ആദ്യം എടുക്കും, അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഏരിയനെയാണ് നമ്മൾ മാനിപ്പുലേഷൻ ഫേസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. അതിന് മുന്നേ എന്താണ്, മാർക്കറ്റിൻ്റെ ഇൻറ്റൻറ്റ് സെല്ലാണെങ്കിൽ അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും, മുകളിലും ലിക്വിഡിറ്റി താഴെയും ലിക്വിഡിറ്റി. മാർക്കറ്റിൻ്റെ എന്താണ്, സെല്ലിംഗ് അല്ലേ അവരുടെ ഇൻറ്റൻറ്റ്, സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് മാർക്കറ്റിന് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് മുകളിലേക്ക് കാണിക്കും. ഇത് റീറ്റെയിൽ കണ്ണിൽ നോക്കുമ്പോൾ ബുള്ളിഷ് ആയിരിക്കും, പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ ഇതൊരു മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ബൈയിങ് ആയിരിക്കും. എന്തിനാണ് ബൈയിങ് ചെയ്യുന്നത്, പ്രൈസിനെ പ്രീമിയത്തിലേക്ക് എത്തിക്കാൻ, കുറച്ചുകൂടി പ്രീമിയം പ്രൈസിലെത്തിക്കാൻ, അതിനുശേഷം തിരിച്ച് പ്രൈസ് താഴേക്ക് പോകും. ഓക്കെ, ഇതാണ് മാനിപ്പുലേഷൻ ലെഗ്. ഓക്കെ, ഒരു സെൽ സെനാരിയോയിൽ ഇതാണ് മാനിപ്പുലേഷൻ ലെഗ്, ഒരു ബൈ സെനാരിയോയിൽ. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അക്യുമുലേഷൻ കഴിഞ്ഞു, മാനിപ്പുലേഷൻ കഴിഞ്ഞു, അതിനുശേഷം ഈ മാനിപ്പുലേഷൻ ലെഗിലേക്ക് തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വന്ന് ഇവിടെ നിന്ന് ഓർഡർ പിക്ക് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക്. ഒരു സെൽ സെനാരിയോയിലും എന്താണ്, അക്യുമുലേഷൻ ഫേസ്, മാനിപ്പുലേഷൻ ഫേസ്, അതിനുശേഷം ഈ മാനിപ്പുലേഷൻ ലെഗിലേക്ക് പ്രൈസ് വരുന്നു, അവിടെ നിന്ന് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. ഓക്കെ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇത് മനസ്സിലാവാത്ത ആളുകൾ ദയവേദി ഇനി മുന്നോട്ട് കാണാതിരിക്കുക. ഓക്കെ, ഇപ്പോൾ കണ്ടത് ഒന്നുകൂടി പോയി കാണുക, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇതും കണ്ടിട്ട് മനസ്സിലാവാത്തവരെന്താണ്, അവർ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് പ്ലേലിസ്റ്റ് ഒന്നും കാണാതെ ഡയറക്റ്റ് ചാടി കയറി വന്നവരായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച രീതിയിൽ നമ്മൾ എന്താ പഠിച്ചത്, ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മാനിപ്പുലേറ്റീവ് ലെഗിൻ്റെ റിഫൈൻമെൻ്റ് ആണെന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ നമ്മൾ കണ്ടെത്തുന്നത് എന്താണ്, ഒരു മാനിപ്പുലേഷൻ ലെഗിൻ്റെ റിഫൈൻമെൻ്റ് ആണ്. ഓക്കെ, ഒരു ബുള്ളിഷ് സെനാരിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു അക്യുമുലേഷൻ സ്റ്റേജ് വരും, അതിനുശേഷം വരുന്ന ഈ ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ്. ഈ മാനിപ്പുലേഷൻ സ്റ്റേജിനെ ഞാൻ ഇത് മുതൽ ഇതുവരെ മാർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ലെഗ് എന്ന് പറയുന്നത് ഇതാണ്. ഞാനിപ്പോൾ ഈ ഡാർക്കിൽ കൊടുത്ത ഈ ലെഗാണ് മാനിപ്പുലേഷൻ ലെഗ്. എന്തിനാണ് മാർക്കറ്റ് താഴേക്ക് കൊണ്ടുപോയത്, ഇവിടെയുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ. ഓക്കെ, മനസ്സിലാവാത്തവർ ഒന്നുകൂടി നോക്കുക. അക്യുമുലേഷൻ സ്റ്റേജിൽ ലിക്വിഡിറ്റി ബിൽഡിംഗ് ആണ് നടക്കുന്നത്, മുകളിലും താഴെയും. മാർക്കറ്റ് മുകളിലേക്കാണ് പോകേണ്ടതെങ്കിൽ ആദ്യം താഴേക്കുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകുന്ന ആ ലെഗ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ലെഗിനെ നമ്മൾ മാനിപ്പുലേഷൻ ലെഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ മാനിപ്പുലേറ്റീവ് ലെഗിനെ നമ്മൾ നീട്ടി റിഫൈൻ ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു ഓർഡർ ബ്ലോക്കിൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേറ്റീവ് ലെഗ് നടന്നിട്ടുണ്ടോ, ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, മാനിപ്പുലേറ്റീവ് ലെഗ് ഇല്ലാത്ത ഒന്നും ഓർഡർ ബ്ലോക്ക് അല്ല. അതെന്തായിരിക്കും, അത് വെറും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ട്രാപ്പ് മാത്രമായിരിക്കും, ഒരു ഡമ്മി ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, എന്താ ഡമ്മി ഓർഡർ ബ്ലോക്ക്? ഡമ്മി ഓർഡർ ബ്ലോക്ക് ഏത് രീതിയിലാണ്, ജസ്റ്റ് ഇങ്ങനെയാണ് ഡമ്മി ഓർഡർ ബ്ലോക്ക് ഉണ്ടാവുക. എന്താണ്, ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല, പകരം എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഒരു ലെഗ് മുകളിലേക്കൊരു ഇത് തരും, എന്താണ്, തിരിച്ച് താഴേക്ക് ഒന്ന് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടേ മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഞാൻ ഇപ്പോൾ പറഞ്ഞത് കാര്യമായിട്ട് എടുക്കണ്ട, ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മാനിപ്പുലേറ്റീവ് ലെഗ് നമ്മൾ ബെയറിഷ് സെനാരിയോയിൽ നോക്കുമ്പോൾ എന്താണ്, മാർക്കറ്റിൽ
ഒരു റേഞ്ച് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. റേഞ്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ താഴെയും ലിക്വിഡിറ്റി, മുകളിൽ ലിക്വിഡിറ്റി. അതിനുശേഷം ഈ 1 2 3 ഹൈ കണ്ടില്ലേ, ഈ ഹൈനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വന്ന ലെഗ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ലെഗ്, കണ്ടല്ലേ ഈ ലെഗ്. അതുകൊണ്ടാണ് ഇതിനെ മാനിപ്പുലേറ്റീവ് ലെഗായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിനുശേഷമാണ് ഇമ്പൾസീവ് മൂവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയത് വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ മാനിപ്പുലേറ്റീവ് ലെഗിനെ നമ്മൾ എന്ത് ചെയ്യും, നീട്ടി റിഫൈൻ ചെയ്തും കൊണ്ട് വരയ്ക്കുമ്പോഴാണ് ആക്ച്വൽ ഓർഡർ ബ്ലോക്ക് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആക്ച്വലി വരുന്ന മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, പലരും വിചാരിക്കും ഈ മാനിപ്പുലേറ്റീവ് ലെഗിനെ മുഴുവനായിട്ട് റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം റിസ്ക് ആയിരിക്കില്ലേ? എല്ലാവരും ഞാൻ പലരും ഓർഡർ ബ്ലോക്ക് ഇങ്ങനെയാണ് കണ്ടത്. അതെന്താണ്? കൺസിഡറിങ് ഓർഡർ ബ്ലോക്ക് ബേസ്ഡ് ഓൺ റിസ്ക് ആപ്പറ്റൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് മാനിപ്പുലേറ്റീവ് ലെഗ് എന്ന് പറയുമ്പം ഈ ഒരു ലെവൽ, ഇതിനെയാണ് നമ്മൾ മാനിപ്പുലേറ്റീവ് ലെഗ് അഥവാ മാനിപ്പുലേറ്റീവ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, പലരും ഇതിനെ ഡിമാൻഡ് സോണും സപ്ലൈ സോൺ ആ ഒരു രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യും. നമ്മൾ ഇതിനെ എന്തെങ്കിലും ഒരു മാനിപ്പുലേറ്റീവ് ലെഗ് അഥവാ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യും. ഈ ബേസ് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഇവിടെ വരും എൻട്രി, ഇവിടെ വരും എക്സിറ്റ്. ഓക്കെ, എക്സിറ്റ്. പിന്നെ നമ്മളുടെ പ്രോഫിറ്റ് ടേക്കൺ അത് ഓരോരുത്തരുടെ കെയറബിലിറ്റി അനുസരിച്ചിട്ട്. ഓക്കെ. പിന്നെ ചില ആളുകൾ എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും ഓർഡർ ബ്ലോക്ക് ചെയ്യുക. മാനിപ്പുലേറ്റീവ് ലെഗ്, ഈ മാനിപ്പുലേറ്റീവ് ലെഗ് എന്താണ്? ഈ മാനിപ്പുലേറ്റീവ് ലെഗിന് അഗ്രസീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ വരും എൻട്രി, ഇവിടെ വരും എക്സിറ്റ്. ഇത് എല്ലാവരുടെ റിസ്ക് ടോളറൻസിന് പറ്റിയെന്ന് വരില്ല. പകരം എന്ത് ചെയ്യും, നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻ്റ് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ബേസിൻ്റെ 50% എടുക്കും. 50% എടുക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, എൻട്രി ഈ രീതിയിലായിരിക്കും വരിക. എന്താണ്, നമ്മുടെ ബേസ് കുറച്ചുകൂടി ചെറുതായിട്ട് അക്യുമുലേറ്റീവ് മാനിപ്പുലേഷൻ, ആ മാനിപ്പുലേഷൻ ചെയ്ത ആ ഒരു ഫേസിനെ ഒന്ന് ഡിക്രീസ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്താണ് ഗുണം, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്താണ് ഗുണം, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്താണ് ദോഷം, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്താണ് ദോഷം. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് എൻട്രി കിട്ടും, നമുക്ക് എൻട്രി പെട്ടെന്ന് കിട്ടും. ഓക്കെ, എൻട്രി മിസ്സായി പോകുന്നുള്ള ടെൻഷൻ വേണ്ട. ഓക്കെ, കൂടുതൽ സെനാരിയോയിൽ എന്താണ്, പ്രൈസ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് മാർക്കറ്റ് എന്താണ് ഈ മാനിപ്പുലേറ്റീവ് ലെഗിലേക്ക് വന്നിട്ടേ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഇവിടെ എന്താണ്, നമ്മൾ ഈ മാനിപ്പുലേറ്റീവ് ലെഗിനെ വോളി ആയിട്ടല്ല എടുക്കുന്നത്, നമ്മൾ പാർഷ്യലി ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ പ്രൈസ് താഴേക്ക് വരാതിരിക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, റിസ്ക് ടോളറൻസ് തന്നെയാണ്. വാലിഡ് ആയിട്ടുള്ളതാണെങ്കിലും റിസ്ക് ടോളറൻസ്, നമ്മൾ താഴേക്ക് എത്ര റിസ്ക് വെക്കുന്നു അതിൻ്റെ 2 ടൈംസ് ആയിരിക്കണം മുകളിലേക്ക് വെക്കേണ്ടത്. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ റിസ്ക് ടോളറൻസ് കമ്പാരിറ്റീവ്ലി നമ്മൾ വോളി എടുക്കുന്നതിനേക്കാൾ കുറവായിരിക്കും പാർഷ്യലി എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നേരെ എന്താണ് ഓപ്പോസിറ്റ് നോക്കാം. ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മാനിപ്പുലേറ്റീവ് ലെഗിനെ നമ്മൾ മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും. കണ്ടില്ല, മാനിപ്പുലേറ്റീവ് ലെഗിനെ മുഴുവനായിട്ട് എടുക്കും. നമ്മളുടെ റിസ്ക് ടോളറൻസ് അനുസരിച്ച് നമ്മൾ ലാസ്റ്റ് ക്യാൻഡിലിനെ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ അക്യുമുലേഷൻ ചെയ്ത് മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ ലെഗ് അല്ലേ നമുക്ക് മാനിപ്പുലേറ്റീവ് ലെഗ്. ഈ ഒരു സോണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ റിസ്കിന് പറ്റിയതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പാർഷ്യലി എടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം. അപ്പോൾ ഇത് മനസ്സിലാവാത്ത ആളുകളുണ്ടോ? ഒന്നുമില്ല, മാനിപ്പുലേറ്റീവ് ലെഗിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ആ മാനിപ്പുലേറ്റീവ് ലെഗ് ചിലപ്പം വലിയ ഒരു സോണായിട്ടായിരിക്കും ചിലപ്പോൾ ട്രീറ്റ് ആകുന്നത്. ആ വലിയ സോണിൽ നമ്മളുടെ എൻട്രിയും സ്റ്റോപ്പ് ലോസും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, നമ്മളുടെ റിസ്കിന് എടുക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ റിസ്ക് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ആ ഓർഡർ ബ്ലോക്കിനെ നമ്മൾ 50% പാർഷ്യലി നമ്മളെടുക്കും. ഓക്കെ, അതൊരു മെത്തേഡ്. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് പോപ്പുലർ ആയിട്ടുള്ള ഒരു ICT മെത്തേഡാണ് ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി മെത്തേഡ് അഥവാ OTE എന്ന് പറയുന്നത്. എന്താണ് ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി മെത്തേഡ് എന്ന് പറയുന്നത്? ദ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി
as the name implies, is the zone where you are looking like to get the best reward for your risk. It is the range between 0.62 to 0.79 ലെവൽസ് ഓഫ് ദ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ. എന്ന് വെച്ചാൽ നിങ്ങൾ സിമ്പിളായിട്ട് ഞാനൊരു ബൈ മോഡലിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ആദ്യം ഒരു അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ആവും. അതിനുശേഷം ഒരു മാനിപ്പുലേഷൻ ഫേസ് ക്രിയേറ്റ് ആവും. അതിനുശേഷം ഒരു ഇമ്പൾസീവ് മൂവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. ഓക്കെ, അപ്പം നമുക്ക് എന്താവും, ഇവിടെ ഒരു സ്വിങ് ലോയും ഇവിടെ ഒരു സ്വിങ് ഹൈയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വിങ് ഹൈയിൽ നിന്നും സ്വിങ് ലോയിൽ നിന്ന് സ്വിങ് ഹൈയിലേക്ക് ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് വരയ്ക്കും. ഈ ഫിബൊനാച്ചിൻ്റെ ടൂൾ എന്ന് പറയുന്നത് 0.62, 0.79 ആൻഡ് 1 ഇങ്ങനെ 4 പോയിൻ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നിങ്ങൾ നെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ അക്യുമുലേഷൻ നടന്നു, മാനിപ്പുലേഷൻ നടന്നു. മാനിപ്പുലേഷൻ ലെഗ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നമ്മളെന്ത് ചെയ്യും, സ്വിങ് ലോയും സ്വിങ് ഹൈയും ഫോമായി കഴിഞ്ഞതിന് ശേഷം നമ്മളെന്ത് ചെയ്യും, നമ്മളൊരു ഫിബ് വരയ്ക്കും. ആ ഫിബ് വെക്കുന്ന ഫിബ് ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0.62 ആൻഡ് 0.79 ആണ്. ഈ 79 എന്ന് പറയുന്നത് നമ്മുടെ മാനിപ്പുലേറ്റീവ് ലെഗിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നതെങ്കിൽ, നിങ്ങൾ നോക്കൂ, മാനിപ്പുലേറ്റീവ് ലെഗിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് എങ്കിൽ നമ്മളുടെ ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്തായിരിക്കും, ഇതായിരിക്കും, അഥവാ ഈ ഒരു ലെവലിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പാർഷ്യലി വെച്ചിട്ട് എൻട്രി എടുത്തിട്ട് ഈ മാനിപ്പുലേഷൻ നടന്ന അഥവാ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഇതൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ 2 മെത്തേഡ് ഉണ്ട്. നമ്മുടെ മാനിപ്പുലേറ്റീവ് ലെഗിനെ മുഴുവനായിട്ട് എടുക്കാം. ഓക്കെ, ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ പാർഷ്യലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഓപ്റ്റിമൽ ട്രേഡ് എൻട്രി ലെവലായിട്ടും എടുക്കാം. ഓക്കെ, ഫിബ് വെച്ചിട്ട്. ഓക്കെ, ഇനി ഫിബ് വെക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചാർട്ട് വൈസ് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിപ്പം പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഈ ഒരു ഡാഷ്ബോർഡിൽ നമ്മൾ ചെയ്യണം. ഓക്കെ, നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഒരു അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അക്യുമുലേഷൻ ഫേസ് ഏതൊക്കെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാം? ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാം, ചിലപ്പോൾ ഈ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാം. ഓക്കെ, അപ്പോൾ ഏത് രീതിയിലും ക്രിയേറ്റ് ചെയ്യപ്പെടാം. അക്യുമുലേഷൻ ഫേസിൻ്റെ ഓവറോൾ എന്തായിരിക്കും, ഒരു ഒരു റേഞ്ച് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു അക്യുമുലേഷൻ ഫേസ് ഈ ഒരു രീതിയിൽ ഫോം ചെയ്യപ്പെടാം. ഓക്കെ, ഈ അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ മുകളിലും മാർക്കറ്റിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അതുപോലെ താഴെയും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, മുകളിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും, താഴെയും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. മുകളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. കാരണം ഇവിടുന്ന് സെല്ല് ചെയ്തത്, ഇവിടുന്ന് സെല്ല് ചെയ്തത്, ഇവിടുന്ന് സെല്ല് ചെയ്ത്, ഇവിടുന്ന് സെല്ല് ചെയ്യപ്പെടുന്നത്, ഇവിടുന്ന് സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡറായിട്ട് ഇവിടെ ബൈ സ്റ്റോപ്പ് ഓർഡറായിട്ട് ഇവിടെ ഉണ്ടാകും. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഇവിടുന്ന് ബൈ ചെയ്ത ആൾ, ഇവിടുന്ന് ബൈ ചെയ്ത ആൾ, ഇവിടുന്ന് ബൈ ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡർ ആയിരിക്കും. ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി താഴെ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അക്യുമുലേഷൻ ഫേസിൽ മുകളിലും ലിക്വിഡിറ്റി താഴെയും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. മാർക്കറ്റിൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് മുകളിലേക്കാണ് പോകേണ്ടതെങ്കിൽ പ്രൈസ് നേരെ എന്ത് ചെയ്യും, താഴേക്ക് കൊണ്ടുവരും, താഴേക്ക് ഒരു ലെഗ് കൊണ്ടുവരും. ഓക്കെ, ഈ ലെഗ് കൊണ്ടുവരും. ഒരു എന്താ പറയുക, ഒരു റീറ്റെയിൽ ലോജിക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ച പോലെ തന്നെ ഒരു ദർവാസ് ബോക്സ് എന്നൊക്കെയാണ് ഇതിന് പറയുക. അത് ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ താഴേക്ക് ഒരു എൻട്രി എന്ന് വരും. ഈ താഴേക്ക് എൻട്രി വരുമ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള ഏരിയകൾ ഏതായിരിക്കും? ഇതൊരു സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള ഒരു ഏരിയ ആണ്, ഇതൊരു സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള ഏരിയ ആണ്. ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് അടിക്കില്ല എന്നൊക്കെയാണ് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ചിന്തിക്കുന്ന റീറ്റെയിലേഴ്സ് ഉണ്ട്, ഒരുപാടുണ്ട്. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ രീതിയിൽ ഇനി എന്താണ് വരുന്നത്, പ്രൈസ് ഈ അക്യുമുലേറ്റ് ചെയ്ത ഏരിയൻ്റെ താഴത്തെ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, ആക്ച്വലി ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേറ്റീവ് ലെഗാണ്. ഓക്കെ, ഒരു മാനിപ്പുലേറ്റീവ് ലെഗാണ്. അതിന് ശേഷം തിരിച്ച് മാർക്കറ്റ് ഒരു സ്വിങ് ഹൈ വന്നു കഴിഞ്ഞാൽ
നമുക്ക് ആക്ച്വലി മാനിപ്പുലേറ്റീവ് ലെഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതാണ് മാനിപ്പുലേറ്റീവ് ലെഗ് അല്ലേ, ഇതാണ് മാനിപ്പുലേറ്റീവ് ലെഗ്. നോക്കൂ നിങ്ങൾ, മാനിപ്പുലേറ്റീവ് ലെഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെഗ്, ഓക്കെ, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഈ ഒരു ലെഗ്, ഈ ഒരു ലോയും ഈ ഒരു ലോയും ഈ ഒരു ലോയും വഴി എടുക്കാൻ വേണ്ടിയിട്ട് വന്ന മാനിപ്പുലേറ്റീവ് ലെഗ്, ഈ ഒരു ഏരിയ ആണ് മാനിപ്പുലേറ്റീവ് ലെഗ്. ഇതിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി നമുക്ക് എന്താണ്, ഇവിടെ ഒരു സ്വിങ് ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്താണ്, സ്വിങ് ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, നമുക്ക് മുകളിലൊരു സ്വിങ് ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സ്വിങ് ഹൈ സ്വിങ് ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ എന്താണ്, ഒരു സ്ട്രക്ചർ ബ്രേക്കോ സ്ട്രക്ചർ ഷിഫ്റ്റും സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മളുടെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബൈ എൻട്രി. ഓക്കെ, ബൈ അവിടെ നിന്ന് എടുത്തു, താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചു, മുകളിൽ ടാർഗറ്റ് വെച്ചു. ഓക്കെ, ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഈ സോൺ എന്ന് പറയുന്നത് വളരെ വലിയ സോണാണ്. എനിക്ക് റിസ്ക് ഇപ്പം നോക്കുകയാണെങ്കിൽ എന്താണ്, റിസ്ക് ഏകദേശം ഇതിപ്പം ഗോൾഡിലായതുകൊണ്ടാണ്. ഓക്കെ, ഇത് ഒരു 4 പോയിന്റ് പറയുമ്പോൾ ഗോൾഡിൽ അത്യാവശ്യം വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ നിയർലി ജസ്റ്റ് ഒരു നമ്മളുടെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ, നിഫ്റ്റിയുടെ ബേസിൽ അസം ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഒരു 50 പോയിന്റ് സ്പോട്ട് ചാർട്ടിലുണ്ടാവും. എനിക്ക് അത്ര റിസ്ക് വെക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ എന്താണ്, ഞാൻ ഈ സോണിൻ്റെ പകുതി ആയിട്ട്, ഈ സോണിനെ പകുതിയായിട്ട്, അഥവാ ഈ ലോനെ ഇറക്കിയ ഈ ഒരു സോണിൻ്റെ പകുതിയായിട്ട് ഞാൻ എടുക്കും. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് എൻ്റെ എൻട്രി ഇവിടെ വരും, സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ. അപ്പം നേരത്തേത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി റിസ്ക് കുറവാണ്. പക്ഷേ എന്താണ്, പ്രൈസ് മാനിപ്പുലേറ്റീവ് ലെഗിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പോയാൽ എനിക്ക് എൻട്രി മിസ്സാകും. പക്ഷേ എന്താണ്, എൻട്രി മിസ്സായാലും എനിക്ക് ഇവിടെ ടച്ച് കിട്ടിയിട്ടാണ് എൻട്രി കിട്ടുന്നതെങ്കിൽ നല്ലൊരു എൻട്രി ആയിരിക്കും അത്. എനിക്ക് കുറഞ്ഞ റിസ്കിൽ നല്ല റിവാർഡ് കിട്ടുന്ന ഒരു എൻട്രി ആയിരിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ തന്നെ ഈ ഓർഡർ ബ്ലോക്ക് മാനിപ്പുലേറ്റീവ് ലെഗിലേക്ക് കയറ്റി വെച്ച്. ഓക്കെ, ആക്ച്വലി എന്താണ് മാനിപ്പുലേറ്റീവ് ലെഗ് എന്ന് പറയുമ്പോൾ ഇതല്ല മാനിപ്പുലേറ്റീവ് ലെഗ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫിബോനാച്ചി ടൂൾ, നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഫിബോനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ എടുക്കുക. സ്വിങ് ലോന്ന് സ്വിങ് ഹൈയിലേക്ക് ഒരു ഫിബ് റിട്രേസ്മെൻറ്റ് നോക്കുക. ഇവിടെ നിങ്ങൾ നോക്കുക, ലെവല് ഞാൻ സെറ്റിങ്സിൽ ലെവല് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക 0, 0.79, 0.62, 0.1. ഓക്കെ, ഈ ഒരു ലെവൽ, ഈ ഒരു ലെവലിൽ 0.62, 0.79 ഇതാണ് ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്നത്. അഥവാ ഈ ഒരു ഏരിയനെ ഞാൻ എന്താ ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ, ഈ ഒരു ഏരിയനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഏരിയനെ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെന്ന സമയത്ത് എന്താണ്, ഈ ഒരു ഏരിയനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ഫിബോനാച്ചിൻ്റെ എന്താണ്, ഇതിൻ്റെ ഒരു ബേസിക് ഒരു ലോജിക് എന്താണ്, നമ്മൾ ഒരു സ്വിങ് ഹൈറ്റ്, ഒരു ഇമ്പൾസീവ് മൂവ് മാർക്കറ്റ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കറക്റ്റീവ് മൂവ് താഴേക്ക് വരണമല്ലോ. ആ കറക്റ്റീവ് മൂവ് അതിൻ്റെ പകുതിയോ അതിന് താഴത്തുനിന്നോ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് വരും. എന്ന് വെച്ചാൽ ഒരു സംഭവത്തിൻ്റെ വില കൂടിയാൽ അത് കുറയുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, പകുതി വിലയോ അതിന് തൊട്ട് താഴെയുള്ള വിലയിലോ മാർക്കറ്റ് തിരിച്ച് കയറും. എന്ന് വെച്ചാൽ പ്രൈസ് മുകളിലേക്ക് പോയി കഴിഞ്ഞ് തിരിച്ച് മാർക്കറ്റ് പിന്നെയും താഴേക്ക് പോകണം. അത് വാലിഡ് അല്ലേ? ഞാൻ പറഞ്ഞ ഏകദേശം മനസ്സിലായിട്ട് നോക്കുന്നു. നിങ്ങൾ ഫിബ് വെക്കുക. ഫിബിലെ ഈ ഒരു ലെവൽ 0.62, 0.79 അവിടെ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് നമ്മളുടെ മാനിപ്പുലേറ്റീവ് ലെഗിൻ്റെ ഉള്ളിലാണ് എങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയൻ്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നാണോ റിയാക്ഷൻ കിട്ടുന്നത് ആ ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തിട്ട് സ്വിങ് ഹൈ ആയിട്ട്, അങ്ങനെയാവും സ്വിങ് ഹൈയോ നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഇത് തന്നെയാണ് നമ്മളുടെ ബെയറിഷ് സെനാരിയോയിൽ. ഓക്കെ, അപ്പോൾ ഫിബ്, OTE, ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി ലെവൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മളിപ്പം പറഞ്ഞ എല്ലാത്തിൻ്റെയും സമ്മറിയിൽ എന്താണ്, ഒരു ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്യുന്നത് P(3) അഥവാ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ലെവലിലായിരിക്കും. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ദെൻ റിട്ടേൺ ടു ഒറിജിൻ, ഡിസ്ട്രിബ്യൂഷൻ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകണം. ഓക്കെ, ഒരു ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്യപ്പെടുന്നതിന് മുന്നേ ഒരു അക്യുമുലേഷൻ സ്റ്റേജ്,
ക്രിയേറ്റ് ചെയ്യപ്പെട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇമ്പൾസീവ് മൂവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് പോലെ തന്നു കഴിഞ്ഞിട്ട് റിട്ടേൺ ടു ഒറിജിൻ ഓർഡർ എന്താണ് മാനിപ്പുലേറ്റീവ് ലെഗിലേക്ക് വരുന്നു. മാനിപ്പുലേറ്റീവ് ലെഗ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ട്രേഡ് എടുക്കാം. മാനിപ്പുലേറ്റീവ് ലെഗിനെ ഫുള്ളി ആയിട്ടും എടുക്കാം, ഓർഡർ ബ്ലോക്ക് ആയിട്ട് റിഫൈൻ ചെയ്യാം, പാർഷ്യലി ആയിട്ട് റിഫൈൻ ചെയ്യാം. വേണമെങ്കിൽ ഓർഡർ ബ്ലോക്ക് മാനിപ്പുലേഷൻ ലെഗിനെ വെച്ചും കൊണ്ട് ഒപ്റ്റിമൽ ട്രേഡ് എൻട്രിയിൽ നമ്മൾ 0.6 to 0.79 ലെവലിനെ ഗോൾഡൻ സ്വീറ്റ് സ്പോട്ടായിട്ട് കണ്ടിട്ട് അവിടെ നിന്ന് ട്രേഡ് എടുക്കാം. ഇത് തന്നെ ബുള്ളിഷ് സെനാരിയോയിലും ബെയറിഷ് സെനാരിയോയിലും. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു ചാർട്ട് വൈസിൽ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ച സംഭവം നമ്മൾ ഒന്നുകൂടി നമ്മൾ ചാർട്ട് വൈസ് നോക്കുന്ന സമയത്ത് എന്ത് മനസ്സിലാവും? പ്രൈസ് മാർക്കറ്റ് മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്, അതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ മാർക്കറ്റിലൊരു റേഞ്ച് മാർക്കറ്റ് നമുക്ക് ഫോം ആവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. റേഞ്ച് മാർക്കറ്റ് ഫോം ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഈ ഒരു ലോയിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. കണ്ടില്ലേ, താഴേക്ക് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെയാണ് എന്താണ് മുകളിലും മാർക്കറ്റിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ക്രിയേറ്റ് ആകുന്നു, മാർക്കറ്റിൽ ഒരു അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്താണ്, ഒരു ബുള്ളിഷ് സെനാരിയോ ആണെങ്കിൽ മാർക്കറ്റ് മാനിപ്പുലേറ്റീവ് ലെഗ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു സ്വിങ്, ഈ ഒരു ലോൻ്റെ താഴെ, ഇതിൻ്റെ ലോൻ്റെ താഴെ ഒക്കെ ലിക്വിഡിറ്റി ഉണ്ട്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതിനുശേഷം എന്താണ്, തിരിച്ച് മാർക്കറ്റ് എന്ത് രീതിയിലാണ് അഗ്രസീവായിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുന്നു. അപ്പോൾ എന്താണ്, ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം ഈ മുകളിലുള്ള ലിക്വിഡിറ്റീനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു, പക്ഷെ അതിനെ ബോഡി വെച്ച് ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് കൺസിഡർ ചെയ്തു. ഇവിടെ ആക്ച്വലി നമ്മളുടെ മാനിപ്പുലേറ്റീവ് ലെഗ് എന്ന് പറയുന്നത് എന്താണ്? ഇതല്ലേ മാനിപ്പുലേറ്റീവ് ലെഗ് അല്ലേ? ഇതാണ് മാനിപ്പുലേറ്റീവ് ലെഗ്. പക്ഷെ ഈ ഒരു ലെഗിനെ മുഴുവനായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഈ ഒരു മാനിപ്പുലേറ്റീവ് ലെഗിനെ റിഫൈൻ ചെയ്തും കൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ചാൽ എല്ലാവർക്കും ഈ ഒരു റിസ്കിൽ എൻട്രി എടുക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ലാസ്റ്റ് ക്യാൻഡിൽ ബിഫോർ ദ ഇമ്പൾസീവ് മൂവ് എടുക്കുന്നു. അപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ലാസ്റ്റ് ക്യാൻഡിൽ ബിഫോർ ദ മൂവ് എടുക്കുന്നത്? ഈ ഒരു ലോയിനെയും എല്ലാം മാനിപ്പുലേറ്റ് ചെയ്തത് ഈ ഒരു ക്യാൻഡിലായതുകൊണ്ട് തന്നെ ഈ ഒരു മാനിപ്പുലേറ്റീവ് ക്യാൻഡിലിനെ ഞാൻ ഓർഡർ ബ്ലോക്ക് ആയിട്ട് റിഫൈൻ ചെയ്തു. ഓക്കെ, ഇപ്പം നമുക്ക് ഓരോ സ്റ്റേജിനെ കുറിച്ച് പറയാം. അക്യുമുലേഷൻ സ്റ്റേജിൻ്റെ കളറ് ഞാനൊന്ന് ജസ്റ്റ് റെഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് എന്താണ്, മാനിപ്പുലേറ്റീവ് ലെഗിനെ നമുക്ക് ഈ മാനിപ്പുലേറ്റീവ് ലെഗ് ഇത് തന്നെ കണ്ടില്ലേ, ഇതിനെ നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് റിഫൈൻ ചെയ്തു. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസിന് മുമ്പ് എന്താണ്, നമുക്ക് ഇമ്പൾസീവ് മൂവ് കിട്ടി, അതിനുശേഷം റിട്ടേൺ ടു ഒറിജിൻ ഈ ഓർഡർ ബ്ലോക്കിലേക്ക് വരണം. ഓർഡർ ബ്ലോക്ക് പറഞ്ഞാൽ മാനിപ്പുലേറ്റീവ് ലെഗാണ് പിന്നെ ഓർഡർ ബ്ലോക്ക് ആയിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ആക്ച്വലി ഡിസ്ട്രിബ്യൂഷൻ ലെഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം തിരിച്ചും എന്താണ്, പ്രൈസ് താഴേക്ക് വന്നു. ഓക്കെ, പ്രൈസ് താഴേക്ക് വന്നു. നമ്മളുടെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മളുടെ മാനിപ്പുലേറ്റീവ് ലെഗിൽ പ്രൈസ് റിയാക്ട് ആയി, പക്ഷെ നമ്മളുടെ റിസ്ക് ആപ്പറ്റൈറ്റ് അനുസരിച്ച് അതിൻ്റെ പാർഷ്യലി ആയിട്ടോ എടുക്കും. അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ ലാസ്റ്റ് ക്യാൻഡിൽ ബിഫോർ ആ രീതിയിൽ എടുക്കുന്നു. വേണമെങ്കിൽ നമുക്ക് എന്താണ്, ഫിബോനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്തും കൊണ്ട് നമുക്ക് ഈ രീതിയിൽ എടുക്കാം. നമ്മുടെ അതിൻ്റെ സെറ്റിങ്സ് പോയിട്ട് നമ്മൾ സെറ്റിങ്സ് മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 0 ഞാൻ എന്തായാലും ഇപ്പോൾ തൽക്കാലം അത് വെക്കുന്നില്ല. ഓക്കെ, ഏകദേശം എന്താണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. സ്വിങ് ഹൈ ലോ നമുക്ക് കിട്ടി, സ്വിങ് ഹൈ കിട്ടി. നമ്മൾ ഫിബ് വെക്കുകയാണെങ്കിൽ 0.62 to 0.69 എന്ന് പറയുമ്പോൾ എന്താണ്, ആക്ച്വലി ഇതിൻ്റെ പകുതി എന്തായിരിക്കും? 0.5 ആയിരിക്കും. അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ഒരു മുകളിൽ എന്ന് വെച്ച് നോക്കുമ്പോൾ എറൗണ്ട് നമ്മൾ വെച്ച ഈ ഒരു ലെവലിൽ തന്നെയാണ് ഫിബോനാച്ചി റീട്രേസ്മെൻറ്റിൻ്റെ ആ ഒരു ലെവൽ വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ എന്താ ചെയ്യുക, ഇതൊക്കെ നമ്മൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്കിത് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മളുടെ ഐസ് ട്രെയിൻഡ് ആവും ഈ ഓരോ ലെവൽസിന്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ഞാൻ എൻ്റെ ലോങ് പൊസിഷൻ കറക്റ്റ് ഈ ഒരു ലെവലിൽ വരണം. എന്താണ് 1:2
എന്ത് രീതിയിലോ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഇപ്പം അക്യുമുലേഷൻ സ്റ്റേജ് വന്നു, മാനിപ്പുലേഷൻ സ്റ്റേജ് വന്നു, റിട്ടേൺ ടു ഒറിജിനിലേക്ക് റിട്ടേൺ, നമ്മൾ വരച്ച റിട്ടേൺ ഒറിജിനിലേക്ക് വന്നിട്ടില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് റിട്ടേൺ ടു ഒറിജിൻ വന്നു, സ്വിങ് ഹൈ സ്വിങ് ലോ വന്നു. എന്താണ്, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇൻ ദ ഫോം ഓഫ് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയും ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ആക്ച്വലി എന്താണ് ഇനിയാണ് ആക്ച്വലി ഡിസ്ട്രിബ്യൂഷൻ ഫേസ് നമുക്ക് ആരംഭിക്കുന്നത്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആരംഭിക്കുന്നത്. ഇപ്പം എന്താണ്, അക്യുമുലേഷൻ ഫേസ് ആരംഭിച്ചു, അടുത്ത എന്താണ് മാനിപ്പുലേഷൻ സ്റ്റേജ് ആരംഭിച്ചു, ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആരംഭിച്ചു. ഓക്കെ, ഇപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നമ്മൾ ബൈ സെനാരിയോ ആണ് നോക്കിയത്, ഇനി സെൽ സെനാരിയോ കൂടി നോക്കാം. നമ്മൾ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ബൈ സെനാരിയോ ആണ് പറഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ ഒരു സെൽ സെനാരിയോ ആണ് പറയുന്നത്. ഓക്കെ, നോക്കുകയാണെങ്കിൽ പ്രൈസ് എന്താണ്, പ്രൈസ് ഒരു മൂവ്മെൻറ്റ് മുകളിലേക്ക് തന്നെയാണ്. ഓക്കെ, ഒരു മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ്, നമ്മൾ താഴേക്ക് നോക്കിയാലേ മനസ്സിലാവും മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സിൽ വന്ന് തിരിച്ച് മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്. ഓക്കെ, ഒരു അപ് ട്രെൻഡ് ആണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ എന്താണ്, നമുക്കിവിടെ ആക്ച്വലി ചാൻസ് കൂടുതൽ അപ് ട്രെൻഡിനാണ്. പക്ഷേ നമുക്കൊരു സെറ്റപ്പ് മാർക്കറ്റ് താഴേക്ക് വരുന്നത് എന്താണ്, ഒരു മൈനർ ലെവലിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഒരു ഫേസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. താഴേക്ക് മാർക്കറ്റ് ഒരു എന്താ പറയുക, ഒരു അക്യുമുലേഷൻ ഫേസ് പോലെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം നോക്കുകയാണെങ്കിൽ ചെറിയൊരു മാനിപ്പുലേഷൻ ആണെന്ന് നമ്മൾ ഉറപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് മാനിപ്പുലേഷൻ ആണ് ഉറപ്പിക്കണമെങ്കിൽ എന്താണ്, നമുക്ക് ഇതിനൊരു ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴത്തെ ലിക്വിഡിറ്റി ഇല്ലേ, അതിനെ ബ്രേക്ക് ചെയ്ത് പോയാലേ നമുക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റോ സ്ട്രക്ചർ ബ്രേക്കോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക്, ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമ്മളുടെ അക്യുമുലേഷൻ ഫേസ് വന്നു. ഓക്കെ, മാനിപ്പുലേറ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതാണ് മാനിപ്പുലേറ്റീവ് ഫേസ്. പക്ഷെ നമ്മൾ അതിൻ്റെ 50% ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും ലെവൽ. ഓക്കെ, അപ്പോൾ അക്യുമുലേഷൻ വന്നു, മാനിപ്പുലേഷൻ വന്നു. നമുക്കെന്താ വേണ്ടത്, മാനിപ്പുലേഷൻ ഫേസിനെ നമ്മൾ റിഫൈൻ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ആക്ച്വലി മാനിപ്പുലേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് വരും, ഈ ഒരു ലെവൽ വരും. പക്ഷെ ഇത്ര എടുക്കാൻ പറ്റില്ല, നമ്മൾ പാർഷ്യലി ആയിട്ട് എടുക്കും. ഓക്കെ, ലാസ്റ്റ് ക്യാൻഡിലായിട്ട് തന്നെ ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, പ്രൈസ് റിട്ടേൺ ടു ഒറിജിൻ പ്രൈസ് വരികയാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കും. ഓക്കെ, പ്രൈസ് ഓർഡർ ബ്ലോക്കിലേക്ക് ആക്ച്വലി എത്തിയിട്ടുണ്ട്. അവിടെ നിന്നൊരു ക്യാൻഡിൽ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഈ ഒരു ഭാഗത്തായിട്ടോ എടുക്കുന്നു. ഒരു 1:2 1:3 1:2 ആയിട്ടോ എടുക്കുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല. നിങ്ങൾ നോക്കൂ, ഇതിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല. ഈ ഒരു ക്യാൻഡിലിൽ ഈ ഒരു സെറ്റപ്പിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആക്ച്വലി ഇല്ല. പക്ഷെ എന്താണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അക്യുമുലേഷൻ ഫേസ് വന്നിട്ടുണ്ട്, മാനിപ്പുലേഷൻ ഫേസ് വന്നിട്ടുണ്ട്, തിരിച്ചൊരു സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുണ്ട്, റിട്ടേൺ ടു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല. പക്ഷെ എന്താണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം കറക്റ്റ് മാനിപ്പുലേഷൻ നടന്നിട്ട് ഓപ്പോസിറ്റ് ഇമ്പൾസീവ് മൂവ് താഴേക്ക് വരികയാണെങ്കിൽ ഇൻ കേസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലെങ്കിൽ പോലും നമുക്കത് ചിലപ്പോൾ ഒരു ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, മാനിപ്പുലേഷൻ ഫേസ് ഓർഡർ ബ്ലോക്കിൽ വേണം. നിങ്ങൾ കണ്ടെത്തുന്ന ഓർഡർ ബ്ലോക്കിന് ചിലപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ എന്താ, മാനിപ്പുലേഷൻ ഫേസ് കറക്റ്റ് സംഭവിച്ചിട്ട് ഓപ്പോസിറ്റ് ഇമ്പൾസീവ് മൂവ് വന്നിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ടു ഒറിജിൻ കയറിയാലും തിരിച്ച് ഓർഡർ ബ്ലോക്ക് സക്സീഡ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, വാട്ട് ഈസ് ഓർഡർ ബ്ലോക്ക്? ഇത് കാണുന്ന സമയത്ത് പലരും എന്താണ് ഇത്രയും നേരം പറഞ്ഞിട്ട് ഓർഡർ ബ്ലോക്ക്. ഇനി നിങ്ങൾ നോക്കുക, എന്താണ് ഒരു ഓർഡർ ബ്ലോക്ക്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച സ്ഥിതിക്ക് ഈ ഒരു ലെങ്ത്ത് വരെ എത്തിയവരുണ്ടെങ്കിൽ എനിക്കറിയില്ല, എത്താത്തവരുണ്ടെങ്കിൽ എനിക്കറിയില്ല, എത്തിയവരാണെങ്കിൽ വാട്ട് ഈസ് ഓർഡർ ബ്ലോക്ക്? ഇനി ഒരു ഡെഫിനിഷൻ്റെ പോലും ആവശ്യമില്ല എന്താണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നതിന്. ഇനി ഒരു ഡെഫിനിഷൻ്റെ ആവശ്യം പോലും നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയാൽ മാത്രം പോരാ, അത് വാലിഡ് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് വാലിഡ് ആണോ? നമുക്ക് പല രീതിയിൽ ഓർഡർ ബ്ലോക്ക് കിട്ടും. ഓക്കെ, പല സ്ട്രക്ചർ ബ്രേക്കിലും ഓർഡർ ബ്ലോക്ക്സ് കിട്ടും. ഓരോ സ്ട്രക്ചർ ബ്രേക്കിലും ഓരോ ഓർഡർ ബ്ലോക്ക് കിട്ടും. ഒരുപാട് ഓർഡർ ബ്ലോക്ക്, 5 മിനിറ്റിൽ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ 5 മിനിറ്റിൽ ഒരു ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ അത് 1 മിനിറ്റിൽ ചിലപ്പോൾ 2 ഓർഡർ ബ്ലോക്ക് ഉണ്ടാവും.
ഡേയിലുണ്ടാവും, 1 വീക്ക് ഉണ്ടാവും, 1 മന്ത് ഉണ്ടാവും. പല ടൈം ഫ്രെയിമിൽ, പല രീതിയിൽ, പല ഭാവത്തിൽ, പല പല രീതിയിലും ഓർഡർ ബ്ലോക്ക്സ് ഉണ്ട്. പക്ഷെ എന്താണ്, നമ്മൾ കറക്റ്റ് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓർഡർ ബ്ലോക്ക് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ജസ്റ്റ് ഒരു ഫോമാണ് ഞാനിവിടെ വരച്ചത്. ഇത് ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. നോക്കണം, നമ്മുടെ മെയിൻ ടോപ്പിക് ഇതാ, ഈ കുറച്ച് സംഭവം നിങ്ങളുടെ ഓർഡർ ബ്ലോക്കിനുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഫസ്റ്റത്തത് ലിക്വിഡിറ്റി സ്വീപ്പ് അഥവാ മാനിപ്പുലേഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പല ആളുകൾക്കും അറിയാത്തതും പല ആളുകളും അറിയുന്നതുമായിട്ടുള്ള കാര്യമാണ് ലിക്വിഡിറ്റി സ്വീപ്പ് അഥവാ മാനിപ്പുലേഷൻ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മാനിപ്പുലേറ്റീവ് ലെഗ് നടന്നാൽ മാത്രമേ എന്ത് ഓർഡർ ബ്ലോക്ക് ഉണ്ടാവൂ. മാനിപ്പുലേഷൻ നടന്നിട്ടില്ലേ ഓർഡർ ബ്ലോക്ക് ഉണ്ടാവില്ല. മാനിപ്പുലേഷൻ ലെഗിനെ റിഫൈൻ ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നതാണ് ഓർഡർ ബ്ലോക്ക്. അതുകൊണ്ടാണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ക്യാൻഡിലിനെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. രണ്ടാമത്തെ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് ഫെയർ വാല്യൂ ഓർ ഇംബാലൻസ്. മാനിപ്പുലേഷൻ ലെഗ് സംഭവിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ്, മുകളിലേക്കാണെങ്കിൽ താഴേക്കാണെങ്കിലും ഓപ്പോസിറ്റ് ഇമ്പൾസീവ് മൂവ് വരണം. ആ ഇമ്പൾസീവ് മൂവിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ബെറ്റർ, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവണം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ ഒരു 60-70% പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷേ മാനിപ്പുലേഷൻ സ്റ്റേജ് എന്തായാലും നടക്കണം. ഓക്കെ, അങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ ബ്രേക്കോ സ്ട്രക്ചർ ഷിഫ്റ്റോ സംഭവിക്കുക. സ്ട്രക്ചർ ബ്രേക്ക് വിക്ക് വെച്ചോ ബോഡി വെച്ചോ എന്ത് വെച്ചിട്ടായാലും ബ്രേക്ക് സംഭവിച്ചിരിക്കുക. അതുപോലെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാസ്റ്റർ ചെയ്യുന്ന ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് നമ്മൾ കണ്ടെത്തേണ്ടത് ഒരു ഡിസ്കൗണ്ട് പ്രൈസിലും ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് നമ്മൾ കണ്ടെത്തേണ്ടത് ഒരു പ്രീമിയം പ്രൈസിലുമാണ്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ നമ്മളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ബൈ എൻട്രി അല്ലേ. ബൈ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് തന്നെയാണോ, അല്ലെങ്കിൽ ഡിമാൻഡ് കൂടിയിട്ടുള്ള ഡിസ്കൗണ്ടഡ് പ്രൈസിലാണോ നമ്മൾ ബൈ ചെയ്യേണ്ടതെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അതുപോലെ ലിക്വിഡിറ്റി ഫോർമേഷൻ. ലിക്വിഡിറ്റി ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടുന്ന സമയത്ത് മുകളിലേക്ക് പോകാനുള്ള ലിക്വിഡിറ്റി ആദ്യേ മാർക്കറ്റ് ട്രെൻഡ് ലൈൻ ഫോർമേഷനിൽ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും തിരിച്ച് താഴേക്ക് വരിക. അപ്പോൾ ആ ലിക്വിഡിറ്റി ഫോർമേഷൻ കൂടി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സംഭവങ്ങൾ സിമ്പിളായിട്ട് നോക്കുക. ക്രൈറ്റീരിയ ഓഫ് എ ഗുഡ് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി സ്വീപ്പ് അഥവാ മാനിപ്പുലേഷൻ സ്റ്റേജ് സംഭവിച്ചിരിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ്, സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ഷിഫ്റ്റ്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ലിക്വിഡിറ്റി ഫോർമേഷൻ. ഇനി ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് സെറ്റപ്പ് നോക്കുക. ഇതിലോ സെയിം ഒറ്റ സംഭവമുള്ളൂ, നോ ലിക്വിഡിറ്റി ഹണ്ട് ഹാപ്പൻസ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം പഠിച്ച പോലെ വാലിഡ് ഓർഡർ ബ്ലോക്ക്, ഇൻവാലിഡ് ഓർഡർ ബ്ലോക്ക് നമ്മളൊരു ചാർട്ട് വൈസ് കാണിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് അഗ്രസീവായിട്ട് മുകളിലേക്ക് പോയതാണ്. ഓക്കെ, അഗ്രസീവായിട്ട് മുകളിലേക്ക് പോയി. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ മാർക്കറ്റ് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോയി തിരിച്ച് പ്രൈസ് താഴേക്ക് വരികയാണ്. ഓക്കെ, ഇവിടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ആ ഒരു ബേസിലാണ് പ്രൈസ് ടാപ്പ് ചെയ്ത് നിൽക്കുന്നത്. കണ്ടില്ലേ, ടാപ്പ് ചെയ്തത് ആ ഒരു ബേസിലാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കാണാം. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് കാണാം. ഓക്കെ, മാർക്കറ്റ് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ താഴേക്ക് വരിക തന്നെയാണ്. നമ്മുടെ പ്രൈസ് താഴേക്ക് വരികയാണ്. ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി. എങ്ങനെയാണ് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് കൺഫേം ചെയ്തത്? ഇവിടുത്തെ ഈ ലോനെ മാർക്കറ്റ് കട്ട് ചെയ്തപ്പോഴാണ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ അക്യുമുലേഷൻ ഫേസ്, മാനിപ്പുലേഷൻ ഫേസ് ഒക്കെ നോക്കാം. അക്യുമുലേഷൻ ഫേസ് കിട്ടി. ഓക്കെ, അടുത്ത എന്താണ്, മാനിപ്പുലേഷൻ ഫേസ്. ഇതാണ് മാനിപ്പുലേഷൻ ഫേസ്. മാനിപ്പുലേഷൻ ഫേസിനെ നമ്മൾ തിരിച്ച് റിഫൈൻ ചെയ്തപ്പോൾ നമുക്ക് ഓർഡർ ബ്ലോക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജ് എന്താണ്, അടുത്ത ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിന് എന്താണ്, അത് നോക്കുകയാണെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലേ, ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് വേണ്ടത്, റിട്ടേൺ ടു ഒറിജിൻ അല്ലേ വേണ്ടത്. റിട്ടേൺ ടു ഒറിജിൻ. ഓക്കെ, റിട്ടേൺ ടു ഒറിജിൻ ഏകദേശം പ്രൈസ് ഈ ഒരു റിട്ടേൺ ടു ഒറിജിനിൽ വന്നിട്ടുണ്ട്. പലരും ചിലപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടാവാം. എടുക്കാത്തവരാണെങ്കിൽ നമുക്ക് നോക്കാം വരുമോ വരില്ലേ എന്ന് നോക്കാം.
വന്നിട്ടില്ല പ്രൈസ്. പക്ഷെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് പ്രൈസ് താഴേക്ക് വന്നു, അതിനുശേഷം എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തത് ഏത് പോയിന്റാണ്? ആക്ച്വലി മാർക്കറ്റ് ഒരു ഡിമാൻഡ് സോൺ, മാർക്കറ്റിൻ്റെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ്ലി നടന്ന ആ ഒരു ബേസിലാണ് പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തത്. ആ ടാപ്പ് ചെയ്തതിൽ നിന്ന് എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്ന് അതിനുശേഷം ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കി റിട്ടേൺ ടു ഒറിജിൻ നമ്മുടെ ഓർഡർ ബ്ലോക്കിലേക്ക് ടാപ്പ് ചെയ്തു. അതിനുശേഷം ആക്ച്വലി ഇവിടെ നിന്ന് ഒരു എൻട്രി. പക്ഷേ ഇവിടെ നിന്ന് എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചിലപ്പോൾ എൻട്രി കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഒരു ക്യാൻഡിൽ ക്ലോസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ വാലിഡ് ഓർഡർ ബ്ലോക്കിൻ്റെ ആ ഒരു സെനാരിയോ എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കണം, അതുപോലെ സ്ട്രക്ചർ ഷിഫ്റ്റ് നടക്കണം, ഒരു ഇമ്പൾസീവ് മൂവ് നടക്കണം, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവണം, അതുപോലെ റിട്ടേൺ ടു ഒറിജിനിലേക്ക് വരണം, ലിക്വിഡിറ്റി, അതേപോലെ ലിക്വിഡിറ്റി ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ തിരിച്ച് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ബിൽഡപ്പ്, ലിക്വിഡിറ്റി ഇൻ ദ ഫോം ഓഫ് ട്രെൻഡ് ലൈനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, മാർക്കറ്റ് മുകളിലേക്കാണ് പോകേണ്ടതെങ്കിൽ താഴേക്ക് വരുന്ന സമയത്ത് മുകളിലേക്ക് പോകാനുള്ളൊരു വഴി ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് വരിക. കണ്ടില്ലേ? അപ്പം ഇതാണ് വാലിഡ് ഓർഡർ ബ്ലോക്കിൻ്റെ ഒരു സെറ്റപ്പ്. ഇനി വേറെ സെറ്റപ്പ് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു സെറ്റപ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് ഒരു അപ് ട്രെൻഡിൽ വന്നുകൊണ്ട് നിൽക്കുന്ന പ്രൈസാണ്. ഓക്കെ, അപ് ട്രെൻഡിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രൈസിൽ എന്താണ്, പ്രൈസ് പ്രീവിയസ് ഡേൻ്റെ ഹൈ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അഥവാ എന്താണ്, അതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ മുകളിലെ ലിക്വിഡിറ്റി എടുത്ത് ഇനി മാർക്കറ്റിന് എടുക്കാനുള്ള ലിക്വിഡിറ്റി അറിയുമ്പോൾ എന്തായിരിക്കും? ഒബ്വിയസ്ലി മാർക്കറ്റിന് ഇനി താഴത്തെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി തന്നെ ആയിരിക്കും എടുക്കാണ്ടാവുക. പക്ഷെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനൊരു മൈനർ സ്ട്രക്ചർ ബ്രേക്കോ അല്ലെങ്കിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തത് എന്താണ്, ലിക്വിഡിറ്റി എടുത്തത് എന്താണ്, ഈ ഒരു ഹൈ ആണ് എടുത്തത്. ഈ ഒരു ഹൈ എടുക്കാന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഹൈ ഇതിൻ്റെയൊക്കെ ഓവറോൾ ഒരു സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അത് മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മാനിപ്പുലേറ്റീവ് ലെഗ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് മാനിപ്പുലേറ്റീവ് ലെഗ്. പക്ഷെ നമ്മൾ റിഫൈൻ ചെയ്തുകൊണ്ട് ലാസ്റ്റ് ബുൾ ക്യാൻഡിൽ ബിഫോർ ദ അപ്വേർഡ് മൂവ്മെൻറ്റിൽ താഴേക്ക് പോയതിൻ്റെ ഈ ഒരു ക്യാൻഡിലിനെ നിങ്ങൾ റിഫൈൻ ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് എന്താണ് നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇനി ഈ ലെവലിലേക്ക് പ്രൈസ് വന്നാൽ നമ്മൾ എൻട്രി എടുക്കും. അതിൻ്റെ മെയിൻ കാര്യം എന്താണ്, ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തുകൊണ്ട് ഫസ്റ്റ് സെല്ലിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തത് ഇവിടെയാണ്. ഇനി ചിലപ്പോൾ രണ്ടാമത്തെ ഓർഡർ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതാണല്ലോ ഇതിൻ്റെ ബേസിക് ലോജിക്ക്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ? ഒബ്വിയസ്ലി ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പും നമുക്ക് ഏകദേശം ഉണ്ട്. ഓക്കെ, ഇത് ഓർഡർ ബ്ലോക്ക് ആണ് പറയുന്നതുകൊണ്ട് തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ എൻക്രോച്ച്മെൻ്റ് എന്നല്ല എൻട്രി, കറക്റ്റ് ഇതിന്നാണ് എൻട്രി, ഓർഡർ ബ്ലോക്ക് തന്നെയാണ് എൻട്രി. ഓക്കെ, കണ്ടോ നിങ്ങൾ, ആക്ച്വലി എവിടെയാണ് നമ്മൾ സെൽ സ്റ്റോപ്പ് ഏരിയ പറഞ്ഞ സ്ഥലത്ത് കറക്റ്റ് നെക്സ്റ്റ് മാനിപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്തു. എന്താണ്, കറക്റ്റ് നോക്കൂ, ഒരൊറ്റ ഹ്യൂജ് ക്യാൻഡിൽ താഴേക്ക് ഇട്ട്, എന്താണ് ഹ്യൂജ് ക്യാൻഡിൽ താഴേക്ക് ഇട്ട സമയത്ത് എല്ലാവരും വിചാരിച്ചു ഇനി താഴേക്കായിരിക്കുന്നു. പക്ഷെ മാനിപ്പുലേഷൻ നടത്താനുള്ളത് മാനിപ്പുലേഷൻ നടത്തുക തന്നെ ചെയ്യും. മാനിപ്പുലേറ്റ് ചെയ്തു ആ ഏരിയയിലേക്ക് പ്രൈസ് തിരിച്ചു വന്നു, അതിനുശേഷം തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, ഇനി റിട്ടേൺ ടു, ചിലപ്പോൾ എന്താ ചെയ്യുക, പ്രൈസ് റിട്ടേൺ ടു മാനിപ്പുലേറ്റ് ചെയ്ത ഏരിയയിലേക്ക് ഒന്ന് തിരിച്ചു മുകളിലേക്ക് പോവാം, അല്ലെങ്കിൽ നമ്മളുടെ ഓർഡർ ബ്ലോക്ക് ഒന്ന് ഈ ഒരു ഏരിയയിലേക്ക് പോകാം, എങ്ങനെയും സംഭവിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളുടെ ഓർഡർ ബ്ലോക്ക് റിഫൈൻ ചെയ്ത ഓർഡർ ബ്ലോക്ക്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഒരു മൂവ് വന്ന സമയത്ത് എന്താണ്, പല ആളുകളും വിചാരിച്ചത് ഇനി മാർക്കറ്റ് മുകളിലേക്കാണ്. പക്ഷെ എന്താണ്, കറക്റ്റ് ഓർഡർ ബ്ലോക്കിൽ എത്തിയ സമയത്ത് കറക്റ്റ് പ്രൈസ് താഴേക്ക്. കണ്ടില്ലേ, ഇതാണ് സ്പോട്ടിൽ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഓർഡർ ബ്ലോക്കിൽ നിന്ന് പ്രോപ്പറായിട്ട് എൻട്രി എടുത്ത ആളുകൾക്ക് എന്തായിരിക്കും, സക്സസ് ഉറപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ സെനാരിയോ കൂടി നോക്കാം. നമ്മൾ കഴിഞ്ഞ രണ്ട് സെനാരിയോയിൽ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവുന്ന കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഇനി ഇൻവാലിഡ് ആവാത്ത ഓർഡർ ബ്ലോക്ക് എന്നായിരിക്കും. നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഇൻവാലിഡ് ആവാത്ത ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷൻ സ്റ്റേജ് ഇല്ലാത്ത ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ
മുകളിലെ ആ ഒരു എന്താ പറയുക ഒരു ഏരിയ, മുകളിലുള്ള ആ ഒരു അക്യുമുലേഷൻ ഏരിയ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാതെയാണ് മാർക്കറ്റ് താഴേക്ക് ഡൗൺ ക്യാൻഡിൽ തന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു ഏരിയ ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്, മാനിപ്പുലേറ്റീവ് ഏരിയനെ നമ്മൾ ഈ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഇത് ഓർഡർ ബ്ലോക്ക് ആണോ? ആക്ച്വലി ഇത് ഓർഡർ ബ്ലോക്ക് ആണ്, പക്ഷെ വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് അല്ല. കാരണം എന്താണ്, ഇത് ലിക്വിഡിറ്റി എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടില്ല. എന്താണ്, ഈ മുകളിലുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടില്ല, താഴത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തു. ഓക്കെ, ഇതെന്താണ്, ഒരു ഡൗൺ ക്ലോസ് ക്യാൻഡിൽ, ഒരു ഡൗൺ മൂവ്മെൻറ്റിന് ഒരു ഓർഡർ ബ്ലോക്ക് അല്ല. ഇപ്പോൾ പല ആളുകളും ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ചെയ്യും. ആക്ച്വലി എന്താണ്, ഇത് ലിക്വിഡിറ്റി ഇപ്പോഴും ലിക്വിഡിറ്റി റിമെയിൻസ് ആണ്. ഇതിവിടെ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തിട്ടില്ല. ഓക്കെ, കാരണം എന്താണ്, മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ സ്ട്രക്ചർ ഷിഫ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ എന്താണ്, ഇത് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആണോ? അല്ല, വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് അല്ല. കാരണം എന്താണ്, മുകളിൽ ലിക്വിഡിറ്റി, ഞാൻ എപ്പോഴും അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞതുപോലെ മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കാണ് പോകേണ്ടതെങ്കിൽ ആദ്യം മുകളിലേക്ക് ലിക്വിഡിറ്റി എടുക്കും. ഇപ്പം എന്താണ്, മാർക്കറ്റിൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ആണ്. അതുകൊണ്ടാണ് അക്യുമുലേറ്റ് ചെയ്ത ഏരിയനെ താഴെ മാനിപ്പുലേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ഇനി മാർക്കറ്റ് താഴേക്കാണ് മാർക്കറ്റിൻ്റെ ലെവലിനെങ്കിലോ ഈ ഒരു മൂവ് മുകളിലേക്ക് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള എല്ലാ ലിക്വിഡിറ്റിയും സ്വീപ്പ് ചെയ്തിട്ട് താഴേക്ക് വന്നിട്ട് റിട്ടേൺ ടു ഒറിജിൻ താഴേക്ക് പോകും. ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചത്, അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്തു, പ്രൈസ് താഴേക്ക് വന്നിട്ട് എന്താണ്, താഴേക്ക് വന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ, ബൈയിങ് ക്യാൻഡിൽ വന്നിട്ടുള്ള ഏരിയ ആണിത്. കണ്ടില്ലേ, ഡിമാൻഡ് ഏരിയ വന്നിട്ടുള്ള ഏരിയ ആണിത്. ആ ഏരിയയിലേക്ക് മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ നിന്ന് കണ്ടില്ലേ, ഇതാണ് മാനിപ്പുലേഷൻ സ്റ്റേജ്. ഇതാണ് അക്യുമുലേഷൻ സ്റ്റേജ്, ഇതാണ് മാനിപ്പുലേഷൻ സ്റ്റേജ്. അതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് താഴേക്ക് വന്ന് ഇവിടെ എന്താണ്, ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇട്ട് തന്നു. ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ സെല്ല് ചെയ്യണം. ഓക്കെ, ഇവിടെ സെല്ല് ചെയ്താലേ നമുക്കിവിടെ ബൈ ഓർഡർ കിട്ടൂ. അപ്പോൾ എന്താണ്, അക്യുമുലേഷൻ സ്റ്റേജ് ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാനിപ്പുലേഷൻ സ്റ്റേജ്, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ്. ഓക്കെ, ആക്ച്വലി ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ടാപ്പ് കിട്ടിയതും ഈ ഒരു അക്യുമുലേഷൻ സ്റ്റേജിൻ്റെ മാനിപ്പുലേഷനായിട്ട് ഇത് വർക്ക് ചെയ്യലും തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയതും. ഓക്കെ, മനസ്സിലാവാത്തവർ ഒന്നുകൂടി മനസ്സിലാക്കി ഒന്നും പാടി നോക്കിയെടുക്കുക. ഓക്കെ, സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ടൈം എന്തായാലും നല്ല ഡ്യൂറേഷൻ ആവുന്നുണ്ട്, മാക്സിമം ഇരുന്ന് കാണുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് ചാർട്ട് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ വാലിഡ് ഓർഡർ ബ്ലോക്ക് ആൻഡ് ഇൻവാലിഡ് ഓർഡർ ബ്ലോക്ക് നമ്മൾ ഏകദേശം മനസ്സിലാക്കി, ക്രൈറ്റീരിയ ഓഫ് എ ഗുഡ് ഓർഡർ ബ്ലോക്ക് മനസ്സിലാക്കി. ഓക്കെ, ഇനി എന്താണ്, നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് വരികയാണ്. ടൈപ്സ് ഓഫ് ഓർഡർ ബ്ലോക്സിനെ നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. റിവേഴ്സൽ ഓർഡർ ബ്ലോക്സ് എന്നും കണ്ടിന്യൂസ് ഓർഡർ ബ്ലോക്സ് എന്നും തിരിച്ചിട്ടുണ്ട്. റിവേഴ്സൽ ഓർഡർ ബ്ലോക്ക് അതുപോലെ കണ്ടിന്യൂസ് ഓർഡർ ബ്ലോക്ക്. ഈ റിവേഴ്സൽ ഓർഡർ ബ്ലോക്കിൽ തന്നെ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആൻഡ് ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ടാവും. അതുപോലെ കണ്ടിന്യൂസ് ഓർഡർ ബ്ലോക്കിൽ തന്നെ ബെയറിഷ് ഓർഡർ ബ്ലോക്കും ബുള്ളിഷ് ഓർഡർ ബ്ലോക്കും ഉണ്ടാവും. ഓക്കെ, അപ്പം എന്താണ് ടൈപ്സ് ഓഫ് ഓർഡർ ബ്ലോക്കിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. റിവേഴ്സൽ ഓർഡർ ബ്ലോക്ക് ആൻഡ് കണ്ടിന്യൂസ് ഓർഡർ ബ്ലോക്ക്. റിവേഴ്സൽ ഓർഡർ ബ്ലോക്കിലും ബുള്ളിഷ് ആൻഡ് ബെയറിഷ് ഉണ്ടാവും, കണ്ടിന്യൂസ് ഓർഡർ ബ്ലോക്കിലും ബുള്ളിഷ് ആൻഡ് ബെയറിഷ് ഉണ്ടാവും. നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ കണ്ടിന്യൂസ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, കണ്ടിന്യൂസ് ഓർഡർ ബ്ലോക്ക് പറഞ്ഞാൽ ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ അപ് ട്രെൻഡ് പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് വരുന്നു. അതുപോലെ ഡൗൺ ട്രെൻഡിൽ വരുന്ന സമയത്ത് തന്നെ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഫോം ആവുന്നു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഓർഡർ ബ്ലോക്ക് രണ്ട് തരത്തിലാണുള്ളത്. റാലി ബേസ് റാലി, ഡ്രോപ്പ് ബേസ് ഡ്രോപ്പ്. ഈ ഒരു ഫോർമേഷനിലാണ്. എന്താണ് റാലി ബേസ് റാലി എന്ന് പറയുമ്പോൾ RBR എന്ന് പറയുമ്പം റാലി ചെയ്യുന്നു പ്രൈസ്. ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ. ഈ ഒരു ഏരിയ ആണ് ബേസ്. മനസ്സിലായില്ല, റാലി ബേസ് റാലി. നോക്കുകയാണെങ്കിൽ എന്താ, ഫസ്റ്റ് നമുക്ക് റാലി, അതിനുശേഷം അക്യുമുലേഷൻ ഫേസ്, അതിനുശേഷം മാനിപ്പുലേഷൻ ഫേസ്, അതിനുശേഷം സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ പഠിച്ച പോലെ തന്നെ റിട്ടേൺ ടു ഒറിജിൻ മാനിപ്പുലേഷനിലേക്ക് വരുന്നു, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ റാലി ഈ ഒരു ഏരിയനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. അതിനുശേഷം റാലി. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ. ഡ്രോപ്പ് ബേസ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്,
പ്രൈസ് താഴേക്ക് വരുന്നു, ഡ്രോപ്പ്. അതിനുശേഷം നമ്മളുടെ ഈ പവർ ഓഫ് 3 അപ്ലൈ ചെയ്യുന്നു, അക്യുമുലേഷൻ ചെയ്യുന്നു, മാനിപ്പുലേഷൻ ചെയ്യുന്നു. അതിനുശേഷം ഇമ്പൾസീവ് മൂവ് താഴേക്ക് വരുന്നു, റിട്ടേൺ ടു ഒറിജിൻ വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഓർഡർ ബ്ലോക്കിൽ നിന്ന് തിരിച്ച് താഴേക്ക് വരുന്നു. ഡ്രോപ്പ്, ബേസ്, ഡ്രോപ്പ്. സിമ്പിളായിട്ട് മനസ്സിലാക്കുക. റാലി, ബേസ്, റാലി. റാലി, ഇവിടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു, റാലി. ഓക്കെ, ഇതാണ് നമ്മളുടെ ഓർഡർ ബ്ലോക്ക്. തിരിച്ച് പ്രൈസ് താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഡ്രോപ്പ്, ബേസ്, ഡ്രോപ്പ് പറയുമ്പോൾ എന്താ, ഡ്രോപ്പ്, ബേസ്, ഡ്രോപ്പ്. ഇതായിരിക്കും നമ്മളുടെ ഓർഡർ ബ്ലോക്ക്. ഈ ബേസിലാണ് ഈ ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, ആ ബേസിലാണ് നമ്മളുടെ ഫോർമേഷൻ നടക്കുന്നത്. ആ ഫോർമേഷനിൽ തന്നെ ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്നു. വാലിഡ് ഓർഡർ ബ്ലോക്ക്, ഇൻവാലിഡ് ഓർഡർ ബ്ലോക്ക്. വാലിഡ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ പവർ ഓഫ് 3 പ്രകാരം അക്യുമുലേഷനും നടക്കും, മാനിപ്പുലേഷനും നടക്കും. ആ മാനിപ്പുലേഷൻ നടക്കുന്നതാണ് വാലിഡ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, നമുക്ക് ഈ ഒരു കണ്ടിന്യൂസ് ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് ഉണ്ടാവുക ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് കണ്ടിന്യൂസ്ലി മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം എന്താണ്, നമ്മളുടെ പവർ ഓഫ് 3 പ്രകാരം നമ്മളുടെ എന്താണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ഏരിയയിൽ അക്യുമുലേഷൻ സ്റ്റേജ് നടക്കുന്നു. അക്യുമുലേഷൻ സ്റ്റേജിൽ നിന്ന് ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ് നടക്കുന്നു. ഈ ക്യാൻഡിലാണ് മാനിപ്പുലേഷൻ സ്റ്റേജ് നടക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇമ്പൾസീവ് മൂവ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, റിട്ടേൺ ടു ഒറിജിൻ. അതിനുശേഷം ആക്ച്വൽ മൂവ്, റാലി നടക്കുന്നു. ഓക്കെ, ഇതാണ് റാലി, ബേസ്, റാലി. ഓക്കെ, അതേപോലെ ഒന്നുകൂടി ഇവിടെ ജസ്റ്റ് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എന്താ, മാർക്കറ്റ് റാലി ചെയ്തു പോകുന്നു. അതിനുശേഷം ഇവിടെ എന്താണ്, അക്യുമുലേഷൻ നടക്കുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ഇമ്പൾസീവ് മൂവ് മുകളിലേക്ക്. അപ്പോൾ എന്താണ്, മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് കിട്ടുന്നു. അപ്പോൾ എന്താണ്, നമ്മൾ ട്രെൻഡിനെ ഫോളോ ചെയ്യുമ്പോഴാണ് ഈ റാലി, ബേസ്, റാലി പ്രകാരം ഓർഡർ ബ്ലോക്ക് കിട്ടുന്നത്. പ്രൈസ് റാലി ചെയ്തു പോകുന്നു, ഇവിടെ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ബേസ് എന്താണ്, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, എന്താണ്, ഇമ്പൾസീവ് മൂവ്, അതിനുശേഷം റിട്ടേൺ ടു ഒറിജിൻ, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക്. ഇതാണ് റാലി, ബേസ്, റാലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റാലി, ബേസ്, റാലി പറഞ്ഞ പോലെ ഡ്രോപ്പ്, ബേസ്, ഡ്രോപ്പ് പറയുകയാണെന്ന് ഇങ്ങനെയാണ്. ഡ്രോപ്പ്, ബേസ്, ഡ്രോപ്പ് പറയുമ്പോൾ പ്രൈസ് ഡ്രോപ്പ് ചെയ്യുക, താഴേക്ക് ഡ്രോപ്പ് ചെയ്യുക. മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഡൗൺ ട്രെൻഡ്. ഈ ഡൗൺ ട്രെൻഡിൽ തന്നെ പ്രൈസ് എന്ത് ചെയ്യും, ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താണ്, പ്രൈസ് തിരിച്ച് മാർക്കറ്റിൽ ഒരു അക്യുമുലേഷൻ ഫേസ് ചെയ്ത് മാർക്കറ്റിൽ മാനിപ്പുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് കണ്ടില്ല അഗ്രസീവായിട്ട് പ്രൈസ് താഴേക്ക് പോകും. സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി, മാനിപ്പുലേഷൻ കിട്ടി, നമ്മുടെ ഓർഡർ ബ്ലോക്കും കിട്ടി. പ്രൈസ് എന്ത് ചെയ്യും, തിരിച്ച് ആ ഒരു റിട്ടേൺ ടു ഒറിജിൻ, ആ മാനിപ്പുലേറ്റ് ചെയ്ത ഏരിയയിൽ നിന്ന് തിരിച്ച് താഴേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഈ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഓർഡർ ബ്ലോക്ക് 2 തരത്തിലുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. ഓർഡർ ബ്ലോക്ക് റാലി, ബേസ്, റാലിയിലും ഡ്രോപ്പ്, ബേസ്, ഡ്രോപ്പിലും ഉണ്ട്. റാലി, ബേസ്, റാലിയിൽ പറയുമ്പം റാലി ചെയ്ത് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താണ്, പ്രൈസ് അക്യുമുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നു. ഡ്രോപ്പ്, ബേസ്, ഡ്രോപ്പിൽ പ്രൈസ് താഴേക്ക് വരുന്നു, അതിൻ്റെ കൂടെ തന്നെ അക്യുമുലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അതിനുശേഷം റിട്ടേൺ ടു ഒറിജിൻ. ഓക്കെ, ഇപ്പോൾ ഈ റാലി, ബേസ്, റാലി എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, ഒരു കണ്ടിന്യൂസ് ഫോമിലായിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് ഫോമിലായിരിക്കും. അതല്ലേ, കണ്ടിന്യൂസ് ഫോമിലായിരിക്കും. നമ്മുടെ എന്താണ്, ട്രെൻഡ് സ്ട്രോങ് ആവുമ്പോൾ മാത്രമേ നമുക്ക് ഇതുപോലെ കണ്ടിന്യൂസ് ഓർഡർ ബ്ലോക്ക് കിട്ടും. നമ്മളുടെ സ്ട്രോങ് ആയിട്ടായിരിക്കും നമ്മളുടെ ട്രെൻഡ്. മുകളിലേക്ക് ട്രെൻഡ് സ്ട്രോങ് ആകുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു രീതിയിൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ബേസിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണ്, റിവേഴ്സൽ ഓർഡർ ബ്ലോക്സ് ആണ്. റിവേഴ്സൽ ഓർഡർ ബ്ലോക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ മറ്റേതിൽ എന്താണ് പറഞ്ഞത്, മറ്റേതിൽ എന്ന് പറയുന്നത് കഴിഞ്ഞതിൽ നമ്മൾ കണ്ടിന്യൂസ് ഓർഡർ ബ്ലോക്സ് 2 തരത്തിൽ, റാലി, ബേസ്, റാലി, ഡ്രോപ്പ്, ബേസ്, ഡ്രോപ്പ്. റിവേഴ്സൽ ഓർഡർ ബ്ലോക്കിൽ എന്താണ് നമ്മൾ പറയുന്നത്, DBRBD അഥവാ DBR, റാലി, ബേസ്, ഡ്രോപ്പ്. മറ്റേതാണ് റാലി, ബേസ്, ഡ്രോപ്പ്, ബേസ്, റാലി. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് റാലി, ബേസ്, ഡ്രോപ്പ് ഫസ്റ്റത്തെ സെനാരിയോ നോക്കാം. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, പ്രൈസ് കണ്ടിന്യൂസ്ലി റാലി ചെയ്തു വരികയാണ്. ഓക്കെ, നമുക്ക് സ്ട്രക്ചർ ബ്രേക്ക് വരുന്നു. ഒരു ഹയർ ടൈം ഫ്രെയിമിലെ PDRA എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹയർ ടൈം ഫ്രെയിമിലായിരിക്കണം നമ്മളുടെ PDRAs നമ്മൾ മെയിൻലി നോക്കേണ്ടത്. കാരണം ഹയർ ടൈം ഫ്രെയിം PDRAസിലായിരിക്കും ആക്ച്വൽ ഗെയിം നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 5 മിനിറ്റ്സ് ഓർഡർ ബ്ലോക്കും 1 അവർ ഓർഡർ ബ്ലോക്കും വാലിഡ് ആയിട്ടാണ് നമ്മൾ 2 മാർക്ക് ചെയ്തതെങ്കിൽ 1 അവർ ഓർഡർ ബ്ലോക്ക് ആയിരിക്കും വാലിഡ് ആവാൻ ചാൻസ് കൂടുതൽ. കാരണം അത് മാക്രോ വ്യൂവിൽ നോക്കുമ്പോൾ പ്രോബബിലിറ്റി നമുക്ക് കൂടും.
അപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിം PDRA നമുക്ക് കിട്ടുന്നു, ഒരു ഓർഡറുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു പോകുന്ന മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തരും, ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് തരും. ഓക്കെ, അപ്പോൾ എന്താണ്, റാലി ചെയ്തു പോകുന്നു, അതിനുശേഷം ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യും, ആ ബേസിലേക്ക് തിരിച്ചു വരുന്നു. ഈ ബേസ് എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്ക് ആണ്. ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ്റെ റിഫൈൻഡ് ഫോമാണ്. ഓക്കെ, അതിനുശേഷം പ്രൈസ് ഡ്രോപ്പ് എന്ന് വെച്ചാൽ പ്രൈസ് മുകളിലേക്ക് സ്ട്രക്ചർ ബ്രേക്ക് പോകുന്നു, സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നു, ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് കിട്ടുന്നു, തിരിച്ച് താഴേക്ക് കിട്ടുന്നു. സിമ്പിൾ, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്താണ്, പ്രൈസ് മുകളിലേക്ക് റാലി ചെയ്തു വരുന്നു, ഇവിടെ ഒരു ഹയർ ടൈം ഫ്രെയിം PDRA ഉണ്ട്, അവിടെ നിന്ന് പ്രൈസ് റിവേഴ്സ് ചെയ്യുന്നു, അതിനുശേഷം തിരിച്ചു പോകുന്നു. ഇപ്പം എന്താണ്, റാലി ബേസ് ഡ്രോപ്പ്, ഇതാണ് റാലി ബേസ് ഡ്രോപ്പ്. ഓക്കെ, ഇതിൻ്റെ പിക്ചർ ഫോം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, പ്രൈസ് മുകളിലേക്ക് അപ് ട്രെൻഡ് മാർക്കറ്റ് സ്ട്രക്ചറിൽ പോകുന്നു, സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നു, റിട്ടേൺ ഓർഡർ ബ്ലോക്കിലേക്ക് പോകുന്നു, തിരിച്ച് താഴേക്ക്. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. അതിനുശേഷം എന്താണ്, നമുക്ക് നെക്സ്റ്റ് എന്താണ്, നമ്മൾ റാലി ബേസ് ഡ്രോപ്പ് പറഞ്ഞതുപോലെ തന്നെ ഡ്രോപ്പ് ബേസ് റാലി, അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഡ്രോപ്പ് ബേസ് റാലി എന്ന് പറയുമ്പോൾ എന്താണ്, ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ താഴേക്ക് വരുന്നു, നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഹയർ ടൈം ഫ്രെയിം PDRAയിലേക്ക് പ്രൈസ് എത്തുന്നു, അവിടെ നിന്ന് നമ്മൾ പറഞ്ഞ പോലെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, അതിനുശേഷം സ്വിങ് ഹൈ സ്വിങ് ലോ കിട്ടുന്നു, നമ്മൾ മാനിപ്പുലേഷൻ സ്റ്റേജ് ലെഗ് നമ്മൾ റിഫൈൻ ചെയ്യുന്നു, തിരിച്ച് ആ ഒരു ഏരിയയിലേക്ക് വരുന്നു, അവിടെ നിന്ന് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ എന്താണ് പിക്ചർ ലെവൽ നോക്കുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിമായിട്ട് നമുക്കിവിടെ ഒരു ബുള്ളിഷ് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, പ്രൈസ് അവിടുന്ന് നേരെ താഴേക്ക് വരുന്നു. ആ അറൗണ്ട് ആ ഒരു ബുള്ളിഷ് PDRAയിൽ എത്തുന്ന സമയത്ത് ഇവിടെ എന്തായിരുന്നു, ഒരു അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്യുന്നു. പ്രൈസ് എന്ത് ചെയ്യുന്നു, ആ മാനിപ്പുലേഷൻ നടത്തിയിട്ട് തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, നമുക്ക് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ ചെയ്യാം, നമ്മളുടെ ഓർഡർ ബ്ലോക്കിനെ നമ്മൾ പാർഷ്യലി ആക്കി എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, സ്വിങ് ലോ ടു സ്വിങ് ഹൈ എടുത്തിട്ട് നമ്മുടെ സ്വീറ്റ് സ്പോട്ടായിട്ട് തിരഞ്ഞെടുക്കാം, എങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതെന്ന് പറയുന്നത് ഡ്രോപ്പ് ബേസ് റാലിയാണ്. ഡ്രോപ്പ്, ഈ ബേസ് ക്രിയേറ്റ് ആയത് എവിടെയാണ്, ഡിമാൻഡ് സോൺ, പ്രീവിയസ്ലി ഉള്ള ഒരു ഡിമാൻഡ് ഏരിയയിൽ ഹയർ ടൈം ഫ്രെയിം ഡിമാൻഡിലാണ് നമ്മൾ ബേസ് ക്രിയേറ്റ് ചെയ്ത്. ഡ്രോപ്പ് ബേസ് റാലി, കണ്ടല്ലേ. അപ്പോൾ റാലി ബേസ് ഡ്രോപ്പ് ആണെങ്കിൽ എന്താ, റാലി ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഡ്രോപ്പ്. ഓക്കെ, ഡ്രോപ്പ് ബേസ് റാലി. ഓക്കെ, മനസ്സിലായില്ല, കണ്ടിന്യൂസ്. ഞാനിത് പെട്ടെന്ന് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് മനസ്സിലാക്കുക, കാരണം ഓർഡർ ബ്ലോക്ക് രണ്ട് തരത്തിലുണ്ടെന്ന് മനസ്സിലാക്കാനാണ് കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. പലർക്കും എന്താണ് ഇപ്പോൾ തോന്നുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ചെയ്തു വരുന്നൊരു ഫ്ലോ കുറച്ച് ഹാർഡാവുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ബേസ് കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മാസ്റ്ററിങ് വീഡിയോ ആണ്. മാസ്റ്ററി വീഡിയോ എന്ന് പറയുമ്പോൾ എന്താണ്, അത് കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ എന്താണ്, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് ഇപ്പോഴും കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു ഡ്യൂറേഷനിലും കണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, ഓർഡർ ബ്ലോക്ക് വാസ് ടൈം ഫ്രെയിംസ്. നമുക്ക് ഓർഡർ ബ്ലോക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് എല്ലാ ടൈം ഫ്രെയിമിലും ഓർഡർ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഹയർ ടൈം ഫ്രെയിമിലുണ്ട്, മീഡിയം ടൈം ഫ്രെയിമിലുണ്ട്, ലോവർ ടൈം ഫ്രെയിം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം ഫ്രെയിം വീഡിയോസ് കാണാത്തവരാണെങ്കിൽ പ്ലേലിസ്റ്റ് പോയിട്ട് അത് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം, എന്ത് ട്രേഡർ ആയിക്കോട്ടെ, ലോങ് ടൈം ട്രേഡർ ആയിക്കോട്ടെ, സ്വിംഗ് ട്രേഡർ ആയിക്കോട്ടെ, ഇൻട്രാഡേ ട്രേഡർ ആയിക്കോട്ടെ, നമുക്ക് എപ്പോഴും ഒരു 3 ടൈം ഫ്രെയിം നമ്മൾ വേണം. ഹയർ ടൈം ഫ്രെയിം, ലോവർ ടൈം ഫ്രെയിം, മീഡിയം ടൈം ഫ്രെയിം. ഓക്കെ, അപ്പോൾ നമ്മളുടെ അനാലിസിസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇവിടെ വെച്ചിട്ടായിരിക്കും നടക്കേണ്ടത്. ഹയർ ടൈം ഫ്രെയിമിലും മീഡിയം ടൈം ഫ്രെയിമിലും ആയിരിക്കണം നമ്മളുടെ ആക്ച്വൽ അനാലിസിസ് ചെയ്യേണ്ടത്. ലോവർ ടൈം ഫ്രെയിമിൽ ഓൺലി ഫോർ എൻട്രി. ഒരിക്കലും ലോവർ ടൈം ഫ്രെയിം വെച്ചിട്ട് അനാലിസിസ് ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഹയർ ടൈം ഫ്രെയിമിലായിരിക്കും പ്രോബബിലിറ്റി കൂടുതൽ. ഹയർ ടൈം ഫ്രെയിം വ്യൂ വെച്ചിട്ട് വേണം നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാൻ. അതുകൊണ്ട് തന്നെ ഓർഡർ ബ്ലോക്ക് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലും കിട്ടും, ലോവർ ടൈം ഫ്രെയിമിലും കിട്ടും, മീഡിയം ടൈം ഫ്രെയിമിലും കിട്ടും. നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്, ഹയർ ടൈം ഫ്രെയിമും മീഡിയം ടൈം ഫ്രെയിമുമാണ്. ഇനി ലോവർ ടൈം ഫ്രെയിം ചെയ്യുന്നത് കുഴപ്പമില്ല, പക്ഷെ എന്താണ്, പ്രോബബിലിറ്റി കുറവായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഡർ ബ്ലോക്ക് വാസ് ടൈം ഫ്രെയിം നമുക്ക് എന്താണ് ചാർട്ടിൽ നോക്കാം. അതിന് മുന്നേ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ 1 hour ആയിരിക്കണം നിങ്ങളുടെ ഹയർ
ടൈം ഫ്രെയിം 15 മിനിറ്റ് ആയിരിക്കണം നിങ്ങളുടെ മീഡിയം ടൈം ഫ്രെയിം. 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ആയിരിക്കണം നിങ്ങളുടെ ലോവർ ടൈം ഫ്രെയിം. അപ്പോൾ ഓർഡർ ബ്ലോക്ക് നോക്കുന്ന സമയത്ത് 1 അവർ 15 മിനിറ്റ് ഈ ഓർഡർ ബ്ലോക്ക് ആയിരിക്കും ഹയർ പ്രോബബിലിറ്റി. 5 മിനിറ്റ് 3 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് പ്രോബബിലിറ്റി ഇല്ല എന്നല്ല പറയുന്നത്, അത് 5 മിനിറ്റ് 1 അവറിൻ്റെയും 5 മിനിറ്റിൻ്റെയും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോബബിലിറ്റി വളരെയധികം കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഓർഡർ ബ്ലോക്ക് വ്യത്യസ്ത ടൈം ഫ്രെയിമിൽ വെച്ചുകൊണ്ട് ട്രേഡ് എടുക്കുന്നത്. ഇപ്പം 1 അവർ ടൈം ഫ്രെയിമിൽ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ അത് 15 മിനിറ്റിൽ എങ്ങനെ ട്രേഡ് എടുക്കാം, 15 മിനിറ്റിൽ കണ്ടെത്തുന്ന ടൈം ഫ്രെയിം 5 മിനിറ്റിൽ എങ്ങനെ ട്രേഡ് എടുക്കാം, 5 മിനിറ്റിൽ കണ്ടെത്തുന്ന ട്രേഡ് എങ്ങനെ 3 മിനിറ്റിലായിട്ടോ അല്ലെങ്കിൽ 5 മിനിറ്റിൽ തന്നെ ലോവർ ടൈം ഫ്രെയിമിൽ ട്രേഡ് എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മളുടെ അടുത്ത സ്ലൈഡ് അതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ഫ്രെയിം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഉള്ളത് 1 അവർ ടൈം ഫ്രെയിമാണ്. ഞാൻ പറയാം എൻ്റെ വൺ അവർ ടൈം ഫ്രെയിം ആയിരിക്കും എൻ്റെ ഹയർ ടൈം ഫ്രെയിം. എൻ്റെ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് എന്താണ്, ഒരു ലിക്വിഡിറ്റി ഹണ്ട് നടന്നതിന് ശേഷം അഗ്രസീവായിട്ട് പ്രൈസ് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് എൻ്റെ 1 അവർ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് എൻ്റെ 1 അവർ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇതാണ് എൻ്റെ 1 അവർ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പം 1 അവർ ഓർഡർ ബ്ലോക്ക് എത്തുന്ന സമയത്ത് എനിക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, അഗ്രസീവായിട്ട് എൻട്രി എടുക്കാം. ഓർഡർ ബ്ലോക്കിൽ എത്തുന്ന സമയത്ത് അഗ്രസീവായിട്ട് ഒരു എൻട്രി എടുക്കാം. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, എനിക്ക് കൺഫോർമേഷൻ ലെവലിൽ എൻട്രി എടുക്കാം. എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ 5 മിനിറ്റിലേക്ക് ചാർട്ടിനെ മാറ്റുന്നു. 5 മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ എന്താണ്, ഞാൻ 1 അവറിൽ കണ്ടുപിടിച്ച ഓർഡർ ബ്ലോക്ക് 15 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് അവിടെ നിന്ന് 15 മിനിറ്റിൽ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ വരുന്ന സമയത്ത് എൻട്രി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺഫർമേഷൻ മെത്തേഡാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണ്, നമ്മൾ ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്താണ്, പ്രൈസ് ഓൾറെഡി ഒരു ലിക്വിഡിറ്റി ഫോമിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ല, ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കണം. ഓക്കെ, ഓക്കെ, ഇപ്പം എന്താണ് നമ്മൾ പറഞ്ഞ ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ബ്രേക്ക് ഔട്ട് എന്ന്. അപ്പോൾ ഇനി മാക്സ് ലിക്വിഡിറ്റിക്ക് ഉള്ളത് എവിടെയാണ്, ഈ മുകളിൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 1 അവറിലൊക്കെ നമ്മൾ ഓർഡർ ബ്ലോക്ക് കണ്ടെത്തുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ സമയമെടുക്കും. പക്ഷേ മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസ്ക് ആൻഡ് റിവാർഡ് കിട്ടും. ഓക്കെ, പല ആളുകളും ഹയർ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്ക് എടുക്കാൻ മടിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെയാണ്, ഒരുപാട് നേരം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓർഡർ ബ്ലോക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 15 മിനിറ്റിൽ എൻട്രി കിട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ താഴെ SL വെക്കാം, ഇവിടെ വെക്കാം. നമ്മൾ ഇവിടെ വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് TP ആയിട്ട് ഈ ഒരു രീതിയിൽ. അപ്പോൾ എന്താണ്, നമ്മൾ കണ്ടെത്തിയ 1 അവർ ഓർഡർ ബ്ലോക്ക് കണ്ടെത്തി അതിനെ 15 മിനിറ്റിലേക്ക് റിഫൈൻ ചെയ്തു മാറ്റി, അതിനുശേഷം 1 അവറിലേക്ക് തന്നെ നമ്മൾ റിട്ടേൺ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ 15 മിനിറ്റിലേക്കാണ് നമ്മൾ കണ്ടത്. ഓക്കെ 15 മിനിറ്റിലേക്ക് വേണമെങ്കിൽ കണ്ടല്ലേ ഓർഡർ ബ്ലോക്ക് എത്തി. അതിനുശേഷം നമ്മൾ എൻട്രി എടുക്കുന്നു, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നു, ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിം കിട്ടി, നമ്മൾ മീഡിയം ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 അവറിന്ന് ഓർഡർ ബ്ലോക്ക് കണ്ടെത്തിയിട്ട് 15 മിനിറ്റിൽ എൻട്രി എടുക്കുന്ന സെറ്റപ്പ് പറഞ്ഞു. അടുത്തെന്താണ്, നമ്മൾ 15 മിനിറ്റിൽ കണ്ടെത്തിയിട്ട് 5 മിനിറ്റിലേക്ക് എന്ന് വെച്ചാൽ സ്ട്രക്ചർ വീണ്ടും മൈനർ സ്ട്രക്ചറലായിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമുക്ക് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇട്ടിട്ട് ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഒരു എന്താ പറയുക റാലി ബേസ് റാലി ഈ ഒരു ഫോർമേഷനിലായിരിക്കും നമുക്ക് എൻട്രി കിട്ടുന്നത്. ഓക്കെ, അതെന്തായാലും സ്ട്രോങ് മൊമെൻ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് അക്യുമുലേഷൻ ഫേസ് മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് എന്താണ് 15 മിനിറ്റിൽ നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് കൂടി തന്നു. ഇവിടെ നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ 15 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് വരച്ചു. ഓക്കെ, ഇപ്പോൾ 15 മിനിറ്റ് ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന് ജസ്റ്റ് 5 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ 5 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ അക്യുമുലേഷൻ ഫേസ് മാനിപ്പുലേഷൻ ഫേസ്, ഇനി എന്താ വരാനുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫേസ് വരുന്നതിന് മുന്നേ എന്താണ്, ഓക്കെ
ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് തിരിച്ചു വരണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഓർഡർ ബ്ലോക്ക് വളരെയധികം കൂടുതലാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഓർഡർ ബ്ലോക്ക് വളരെയധികം കൂടുതലാണെങ്കിൽ ലാസ്റ്റ് റെഡ് ക്യാൻഡിലിനെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ഓർഡർ ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് ആദ്യം മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ മാക്സിമം ഒരു നമ്മളുടെ റിസ്ക് അപ്പറ്റൈറ്റ് വെച്ചിട്ട് ട്രേഡ് എടുക്കുക. ഓക്കെ ഓക്കെ ഇതെന്താണ്, നമ്മൾ ഓർഡർ ബ്ലോക്ക് എത്തുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മുടെ ആക്ച്വലി നമ്മൾ ഓർഡർ ബ്ലോക്കിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ റിഫൈൻഡ് ആയിട്ടുള്ള നമ്മളുടെ റിസ്ക് അപ്പറ്റൈറ്റ് വെച്ചിട്ടുള്ള എൻട്രിയിലേക്ക് മാത്രമേ വന്നാലേ നമ്മൾ എൻട്രി എടുക്കൂ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക, ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ താഴെ നമ്മൾ എൻട്രി വെക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ എന്താണ് ഇപ്പം എന്താണ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്താണ് ക്യാൻഡിൽ കൺഫർമേഷൻ നോക്കുന്ന ആളുകളാണെങ്കിൽ ഈ ക്യാൻഡിലിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ആ ക്യാൻഡിലായിരിക്കും ചിലപ്പോൾ എൻട്രി എടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസ് ഓൾറെഡി മാർക്കറ്റ് പോകാനുള്ള ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പം പ്രൈസ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്താണ് മാർക്കറ്റ് വരിക. ഓക്കെ, അപ്പോൾ അത് കണ്ടെത്തുന്നതിലാണ് നമ്മളുടെ വിജയം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് 15 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് കണ്ടെത്തി കഴിഞ്ഞിട്ട് 5 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തും കൊണ്ട് എൻട്രി എടുക്കുന്ന രീതിയാണ്. ഇപ്പോൾ നിങ്ങൾ നേരെ 15 മിനിറ്റിലേക്ക് തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ എന്താണ് നോക്കുക, കണ്ടില്ല 15 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് കിട്ടി തിരിച്ച് വന്ന് മുകളിലേക്ക് പോയി. ഇപ്പോൾ എന്താണ് അഗ്രസീവായിട്ട് എടുക്കുന്നതിന് പകരം കൺഫോർമേറ്റീവായിട്ട് എടുക്കും. ഇനി ലാസ്റ്റ് നമ്മൾ 5 മിനിറ്റിൽ ഒരു എൻട്രി എടുക്കുന്നത് കൂടി പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. ഓക്കെ, 5 മിനിറ്റിൽ എങ്ങനെയാണ് സെറ്റപ്പ് കിട്ടിയത്? 5 മിനിറ്റിൽ നമുക്ക് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കൂടി തന്നിട്ടുണ്ട്. ഓക്കെ, 5 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയനെ നമ്മളൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഈ ഒരു റിഫൈൻ ചെയ്യും ഈ ഒരു ഏരിയനെ നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇതിനെന്താണ് ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വരെ ഇത് ഓൾറെഡി ഞാൻ 5 മിനിറ്റിലാണ് ട്രേഡ് എടുക്കുന്നത്. ചിലർ 5 മിനിറ്റിൽ നിന്ന് 1 മിനിറ്റിലേക്ക് റിഫൈൻ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് 5 മിനിറ്റ് തന്നെ ഒരു മൈക്രോ ടൈം ഫ്രെയിമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു സ്വിങ് ലോ കിട്ടിയിട്ടുണ്ട്, സ്വിങ് ഹൈ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ വേണേൽ എടുക്കാം. നമ്മളുടെ OTE വരുന്നവരെന്താ ഈ സ്വിങ് ലോന്ന് സ്വിങ് ഹൈയിലേക്ക് ഇട്ടിട്ട് ഫിബ് ഇവിടെ വരും. എറൗണ്ട് ഫിബ് ആക്ച്വലി എവിടെയായിരിക്കും ആ ഫിബ് വരിക? ഫിബ് ആക്ച്വലി ഇതാ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഏരിയയിൽ നിങ്ങൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ എൻക്രോച്ച്മെൻറ്റ് എവിടെയാണ് കറക്റ്റ് വരുന്നത്? നമ്മളുടെ ഏരിയയിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു ലെവലിൽ എൻട്രി എടുക്കും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫെയർ വാല്യൂ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, ഇതിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ ട്രേഡ് മുകളിലേക്ക് എടുക്കാം. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് മാഗ്നറ്റ് പോലെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഇൻഡ്യൂസ്മെൻറ്റ്. നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എത്തുന്നതിന് മുന്നേ തന്നെ പ്രൈസ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ടാപ്പ് കിട്ടി വരും. അപ്പോൾ എന്താണ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്കിനെ നമ്മൾ കുറച്ചുകൂടി വാലിഡായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, ഇപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ ലിക്വിഡിറ്റി ബിൽഡപ്പ് കണ്ടില്ലേ, ലിക്വിഡിറ്റി ഒരു ഇൻ ദ ഫോം ഓഫ് രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വരുന്നത് കൂടി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഏകദേശം ചിലപ്പോൾ എൻട്രി കിട്ടിയിട്ടുണ്ടാവണം. ഓക്കെ, കുറച്ചുകൂടി കൺഫർമേഷൻ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എൻട്രി എവിടെയായിരിക്കും കിട്ടുക? ആ സോണിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്താലായിരിക്കും ചിലപ്പം കിട്ടുക. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഞാനൊരു കൺഫർമേഷൻ നോക്കുന്ന ആളാണെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു ഏരിയയിലായിരിക്കും എൻട്രി കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾ നോക്കുക, കറക്റ്റ് പ്രൈസ് മുകളിലേക്ക് പോകാൻ വേണ്ടി ലിക്വിഡിറ്റി ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഫോമിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 5 മിനിറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ലോവർ ടൈം ഫ്രെയിമാണ്. ഓക്കെ, അത് പിന്നെ 1 മിനിറ്റിലേക്ക് ചെയ്യുന്നവരും ചെയ്യാം. 5 മിനിറ്റിൽ എടുത്തിട്ട് അതിനെ ലോവർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 1 മിനിറ്റിൽ പോയിട്ട് കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ സോണിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ സോൺ ഏതാണെന്ന് വെച്ചാൽ ആ സോണിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ക്യാൻഡിൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ക്യാൻഡിൽ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ എൻ്റർ എടുക്കുക. ഇതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്താണ് ഓർഡർ ബ്ലോക്കിൽ കൺഫർമേഷൻ ചെയ്യുന്ന രീതിയിൽ എന്താണ് നമ്മൾ കൺഫർമേഷൻ ഒരുപാട് തരത്തിൽ ചെയ്യും. അഗ്രസീവായിട്ട് നമ്മൾ എൻട്രി എടുക്കും.
അതെന്താണ്, അത് കൺഫർമേഷൻ നോക്കാതെ ചെയ്യുകയാണ് അഗ്രസീവിൽ. ഓക്കെ, നമ്മളൊരു സോൺ വരച്ച് കഴിഞ്ഞാൽ സോണിൽ ടാപ്പ് കിട്ടി അപ്പം എടുക്കുന്നതാണ് അഗ്രസീവ്നെസ്. ഓക്കെ, അതാണ് ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കാണുന്നത്. കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസ് വന്നതിന് ശേഷം നമ്മളൊരു ഒരു ക്യാൻഡിൽ ക്ലോസ്, നമ്മൾ ബയ്യിങ് ആണെങ്കിൽ നമ്മളൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എൻട്രി എടുക്കുന്നതാണ് എന്ത്, കൺഫോർമേഷൻ. അതുപോലെ തന്നെ കൺഫോർമേഷൻ വേറെ രീതിയിൽ എന്താ ചെയ്യുക, നമ്മളുടെ ടൈം ഫ്രെയിം രൂപത്തിൽ ചെയ്യും. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ കിട്ടിയിട്ട് അത് ലോവർ ടൈം ഫ്രെയിമിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഫോർമേഷൻ ചെയ്യും. ഏത് രീതിയിലും ചെയ്യുക. ഓക്കെ, അഗ്രസീവ് ചില സമയത്ത് അഗ്രസീവായിട്ട് ചെയ്യുന്നതും ബെറ്ററാണ്, ചില സമയത്ത് കൺഫോർമേഷൻ ആയിട്ട് ചെയ്യുന്നതും ബെറ്ററാണ്. ഓക്കെ, അപ്പോൾ അത് ഓരോരുത്തരുടെ റിസ്ക് അപ്പറ്റൈറ്റ് വെച്ച് ചെയ്യുക. പക്ഷെ എന്താണ്, ആക്ച്വലി നിങ്ങളുടെ സെറ്റപ്പ് വാലിഡ് ആയിട്ടാണെങ്കിൽ അഗ്രസീവ് ചെയ്താലും കുഴപ്പമില്ല, കൺഫോർമേഷൻ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ്, ഓർഡർ ബ്ലോക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്ക് വാലിഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് സ്ട്രക്ചറിലായിരിക്കും കിട്ടുക. ലിക്വിഡിറ്റി സ്വീപ്പ് വേണം, അതുപോലെ സ്ട്രക്ചർ ബ്രേക്കോ സ്ട്രക്ചർ ഷിഫ്റ്റോ കിട്ടണം. അതിനുശേഷം ഒരു ലിക്വിഡിറ്റി ബിൽഡപ്പ് വേണം, ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം, ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്ക് ഇനിയും മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി ഇരുന്ന് കാണുക. ഓക്കെ, അറൗണ്ട് 1:35 ഉണ്ട്, 1 മണിക്കൂർ 35 മിനിറ്റും ഉണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, താങ്ക് യു.